بسم الله الرحمن الرحيم إذا الشمس كورت وإذا النجوم كدرت وإذا الجبال سيرت وإذا العشار عطلت وإذا الوحوش حشرت وإذا البحار سجرت وإذا النفوس زوجت وإذا الموءودة سئلت بأي ذنب قتلت وإذا الصحف نشرت وإذا السماء كشطت وإذا الجحيم سعرت وإذا الجنة أزلفت. ഈ പരിപാടിയിൽ അധ്യക്ഷം വഹിക്കുന്നത് ബഹുമാനപ്പെട്ട CMK തങ്ങൾ അവർകളാണ്. തങ്ങൾ അവർകളെ ആദരപൂർവം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട അഭിവന്ദരായ അബ്ദുൽ ബാരി ഉസ്താദ് അവർകളാണ്. ഉസ്താദ് അവർകളെയും ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യസ്അലൂനക അനിൽ അൻഫാൽ ഖുലിൽ അൻഫാലു ലില്ലാഹി വർ-റസൂൽ ഫത്തഖുല്ലാഹ വഅസ്ലിഹു ദാത ബൈനികും വഅതിഉല്ലാഹ വറസൂലഹു ഇൻ കുൻതും മുഅ്മിനീൻ. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെയും SYSൻ്റെയും SKSFൻ്റെയും സജീവ പ്രവർത്തകരായ നമ്മുടെ മുഅ്മിനുകളെ, മറ്റ് നമ്മുടെ പ്രഭാഷണ ശ്രവിക്കാൻ വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, ഏതായിരുന്നാലും പരിശുദ്ധമായ റമളാൻ ഷരീഫിൽ അള്ളാഹുവിനെ വഴിപ്പെടാൻ വേണ്ടി അല്ലെങ്കിൽ അള്ളാഹുവിനെ ഇബാദത്ത് എടുക്കാൻ വേണ്ടി 24 മണിക്കൂറും സജ്ജരായി കൊണ്ടിരിക്കുന്ന മുഅ്മിനുകൾ അതിൻ്റെ വേദികൾ കണ്ടെത്തിക്കൊണ്ട് അള്ളാഹുവിൻ്റെ സാമീപ്യം കരസ്ഥമാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അള്ളാഹു നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ആ പ്രതിഫലം കരസ്ഥമാക്കുവാൻ വേണ്ടി എല്ലാ ഭാഗത്തും ഓടി നടന്നുകൊണ്ട് ഒരാപലകൾ വ്യത്യാസമില്ലാതെ ഇബാദത്തിന് വേണ്ടി നാം തയ്യാറെടുക്കുകയാണ്. അള്ളാഹു താല കബൂലാക്കുമാറാകട്ടെ. ഏതായിരുന്നാലും ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്ന ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാരി ബാക്കവി അവറുകളാണ്. ബഹുമാനപ്പെട്ടവരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. പരിശുദ്ധ റമളാൻ എന്നത് ഒരു അതിഥിയാണ്. നമ്മൾ വിളിച്ചിട്ട് വന്നതാണ് എന്ന് വേണമെങ്കിൽ പറഞ്ഞാൽ തെറ്റില്ല. കാരണം നമ്മൾ പരിശുദ്ധമായ റജബിലും ഷഅബാനിലും അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരുന്നതാണ്, പടച്ച തമ്പുരാനെ റജബിലും ഷഅബാനിലും നീ ഞങ്ങൾക്ക് ബർക്കത്ത് ചെയ്യണേ, വബല്ലിഗ്നാ റമളാൻ, റമളാനിലേക്ക് നീ ഞങ്ങൾക്ക് ദീർഘായുസ് നൽകണേ എന്ന്. അങ്ങനെ നമ്മൾ ക്ഷണിച്ച് ഒരു അതിഥിയായി നമ്മുടെ വീട്ടിലേക്ക്, നാട്ടിലേക്ക്, പള്ളിയിലേക്ക് അതിഥിയായി പരിശുദ്ധ റമളാൻ കടന്നു വരുമ്പോൾ നമ്മൾ പള്ളിയിലില്ലാതിരുന്നാൽ അതിഥിയെ ഇന്ന സമയത്ത് വരണമെന്ന് പറഞ്ഞ് ആ സമയത്ത് നമ്മൾ വീട്ടിലില്ലാതിരുന്നാൽ ആ അതിഥിക്ക് എന്തെല്ലാം മനപ്രയാസമുണ്ടാകുമോ, ഇതുപോലെ പരിശുദ്ധ റമളാനിനും നമ്മളോട് മനപ്രയാസമെന്നല്ല നമ്മുടെ നേരെ കോപം തന്നെ ഉണ്ടായിത്തീരാൻ കാരണമാകും. വസല്ലമ തങ്ങൾ വിശദീകരിച്ച കൂട്ടത്തിൽ കാണാം, യുഖ്ബലുൽ ഇൽമു, ഇൽമ് അള്ളാഹു പിടിച്ചു കൊണ്ടുപോകും, ഇൽമ് ലോകത്ത് നിന്ന് ഉയർത്തപ്പെടുമെന്ന്. എങ്ങനെയാ ഇൽമ് ഉയർത്തപ്പെടുക? ലോകത്ത് നിന്ന് ഇൽമ് ഇല്ലാതായി പോകൽ എങ്ങനെയാണ്? അതും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ വിശദീകരിച്ചു. ബിഖബ്ലിൽ ഉലമാ, അള്ളാഹു ഉലമാക്കളെ തൻ്റെ സന്നിധിയിലേക്ക് തിരിച്ചു വിളിക്കൽ കൊണ്ടാണ് എന്ന്. ആലിമീങ്ങളുടെ മരണം, പണ്ഡിതന്മാരുടെ മരണം ഖിയാമത്തിൻ്റെ അടയാളമാണ് എന്നാണ് ഈ ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുന്നത്.
പരിശുദ്ധ ഖുർആനിൽ തന്നെ അള്ളാഹു പറയുന്നു, അന്നാ നഅ്തിൽ അർള നൻഖുസുഹാ മിൻ അത്റാഫിഹാ. നമ്മൾ ഭൂമിയെ അതിൻ്റെ ഒരു വശത്ത് നിന്നിങ്ങനെ ചുരുട്ടിക്കൊണ്ടുവരും എന്ന് പരിശുദ്ധ ഖുർആനിൽ കാണാം. ഭൂമിയെ ഒരു ഭാഗത്ത് നിന്നിങ്ങനെ ചുരുട്ടിക്കൊണ്ടുവരുമെന്ന്. ഭൂമിയെ ചുരുട്ടൽ എങ്ങനെയാണ് എന്ന് ഈ ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമാ പറയുന്നു, ബിഖബ്ദിൽ ഉലമാഇ വൽ ഫുഖഹാഇ വസ്സുലഹാ. ഉലമാഉം ഫുഖഹാഉം സ്വാലിഹീങ്ങളും ഒക്കെ മരണപ്പെട്ടു പോകലാണ് എന്ന്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ. മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹു. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا محمدا صلى الله عليه وسلم عبده ورسوله أرسله إلى كافة الخلق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وأصحابه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما أبرئ نفسي إن النفس لأمارة بالسوء إلا ما رحم ربي إن ربي غفور رحيم. صدق الله مولانا العلي العظيم. قال رسول الله صلى الله عليه وسلم الصيام جنة وحصن حسين من النار. സ്നേഹാദരണീയരായ നമ്മുടെ ഈ വേദിയുടെ അധ്യക്ഷൻ CM K തങ്ങൾ ഈ മഹത്തായ പരിപാടിയിൽ ആശംസാ പ്രഭാഷണം നിർവഹിച്ച ബഹുമാനൻ നൗഫൽ ഉദവി, ബഹുമാനപ്പെട്ട അബൂബക്കർ കുഞ്ഞി ഹാജി തുടങ്ങി അബ്ദുൽ ബാരി മുസ്ലിയാർ, ഈ മഹത്തായ പരിപാടി സംഘടിപ്പിക്കുന്ന പ്രിയപ്പെട്ട പ്രാസ്ഥാനിക പ്രവർത്തകർ, ബഹുമാന്യനായ PC, ഈ മഹത്തായ സംഗമത്തിൽ ഒത്തുകൂടിയിട്ടുള്ള അഭിവന്ദരായ പണ്ഡിതന്മാർ, നേതാക്കൾ, ബഹുമാന്യരായ കാരണവന്മാർ, യുവാക്കൾ, വിദ്യാർത്ഥികൾ, പ്രത്യേകിച്ച് സഹോദരിമാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ റമദാനിൻ്റെ ഒരു പകലിൽ നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ അവൻ പൊരുത്തപ്പെട്ട ഒരു അമലായി നമ്മിൽ നിന്നും കബൂൽ ചെയ്യുമാറാവട്ടെ. നമുക്കിടയിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ ബന്ധുമിത്രാദികൾ, പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, നമുക്ക് വേണ്ടപ്പെട്ടവർ എല്ലാവരെയും റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ സ്വർഗ്ഗലോകത്ത് വെച്ച് കണ്ടുമുട്ടുവാൻ നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാവട്ടെ. പരിശുദ്ധ റമദാനിനെ അതിൻ്റെ ഗൗരവത്തോടെ സ്വീകരിച്ച, ആദരിച്ച, ആ റമദാനിൽ അള്ളാഹു കൽപ്പിച്ച അമലുകളൊക്കെ യഥാവിധി നിർവഹിച്ച മുത്തഖീങ്ങളായ വിഭാഗത്തിൽ അള്ളാഹു നമ്മെ പെടുത്തി തരുമാറാവട്ടെ. നമ്മുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളെയും അള്ളാഹു ഈ മാസത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് പൂർത്തീകരിച്ച് തരുമാറാവട്ടെ. ഇവിടെ വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മഹത്തായ പരിപാടിയാണ് വിശുദ്ധ റമദാനിൽ ഇത്തരം ഒരു ബോധവൽക്കരണം. പ്രത്യേകിച്ച് വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ മാസം എന്ന രീതിയിൽ ഖുർആനിൻ്റെ ഒരു വാർഷിക മാസവും കൂടിയാണ് പരിശുദ്ധ റമദാൻ എന്ന് നമുക്കൊക്കെ അറിയാവുന്ന ഒരു വസ്തുതയാണ്. ഖുർആൻ തന്നെ പറഞ്ഞത് ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ എന്നാണ്. മനുഷ്യകുലത്തിൻ്റെ മാർഗരേഖയായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമുഖത്തേക്ക് പരിശുദ്ധ ഖുർആനിനെ ഇറക്കുന്നതിന് തിരഞ്ഞെടുത്ത വിശുദ്ധ മാസം ഈ പരിശുദ്ധമായ റമദാൻ മാസമാണ്. നിയന്ത്രണങ്ങൾക്ക് മനുഷ്യനെ വിധേയമാക്കുന്ന ഒരു മാസം എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ്റെ ആ നിയന്ത്രണങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് ജീവിക്കേണ്ടവരാണ് നമ്മൾ. ഖുർആൻ എന്ന് പറയുന്ന വസ്തു തന്നെ മനുഷ്യനെ നന്മയിലേക്ക് നയിക്കുന്ന, മനുഷ്യനെ നന്മയിലേക്ക് കൊണ്ടുവരുന്ന ഒരു മാർഗരേഖയാണ് എന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു അതിലൂടെ യഹ്ദി എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത്. അള്ളാഹു പരിശുദ്ധ ഖുർആനെ ഭൂമിയിലേക്ക് ഇറക്കുമ്പോൾ തന്നെ അത് ഹിദായത്താണ്, ഒരു മാർഗരേഖയാണ്. നമുക്കൊക്കെ അറിയാം
ഏത് ഒരു പ്രസ്ഥാനത്തിനും അതല്ലെങ്കിൽ ഒരു പ്രക്രിയക്കും അതിൻ്റേതായ ഒരു മാർഗരേഖ ആവശ്യമാണ്. നമ്മളൊരു പക്ഷേ സാധനം കടയിൽ നിന്ന് വാങ്ങുമ്പോൾ അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഉപകരണം നമ്മൾ പ്രവർത്തിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ ഒരു കാറ്റലോഗ് അതല്ലെങ്കിൽ അതിൻ്റെ ഒരു മാർഗരേഖ അത് ഏതു രീതിയിലായിരിക്കണം എന്ന് വ്യക്തമായി അത് നിർമ്മിച്ചയാളുകൾ സംവിധാനിച്ച ഒരു രേഖയുണ്ടാവും. അതനുസരിച്ച് അത് ഉപയോഗപ്പെടുത്തുകയും അതിൻ്റെ പ്രയോഗം ആ രീതിയിൽ തന്നെ നമ്മൾ ആക്കി തീർക്കുകയും ചെയ്യുമ്പോഴാണ് ആ സംഗതി അതിൻ്റെ ഫലപ്രദമായ രീതിയിൽ പ്രയോജകീഭവിക്കുന്നത്. ഇല്ലെങ്കിൽ ഒരു പക്ഷേ വസ്തു നഷ്ടപ്പെടും, അതല്ലെങ്കിൽ അതിൻ്റെ പ്രയോജനം നഷ്ടപ്പെടും, യഥാവിധി അത് നമുക്ക് ഉപകരിക്കില്ല എന്ന കാര്യത്തിൽ സാധാരണ ബുദ്ധിയുള്ള ഏതൊരു മനുഷ്യത്തിൻ്റെ അവകാശമില്ല. ഇതാണല്ലോ അതിൻ്റെ നോർമൽ പ്രക്രിയ. നമ്മൾ എന്തൊരു വസ്തു വാങ്ങുമ്പോഴും അതിന് അതിൻ്റേതായ ഒരു മാർഗരേഖ വേണ്ടി വരും. ആ മാർഗരേഖയ്ക്ക് നമ്മൾ പല പേരുകൾ പറയും. അതാണ് നമ്മൾ അള്ളാഹുവിൻ്റെ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യൻ എന്ന ജീവിയെ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഒരു പ്രൊഡക്റ്റ്, ഈ മനുഷ്യൻ അള്ളാഹുവിൻ്റെ ഒരു പ്രൊഡക്റ്റാണ്. പടച്ചറബ് ഭൂമിയിൽ നമ്മളെ സംവിധാനിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ സാധാരണ വസ്തുക്കളെപ്പോലെ പടച്ചവൻ്റെ മുമ്പിൽ നമ്മളും ഒരു വസ്തു തന്നെയാണല്ലോ. ഈ അണ്ടകടാഹത്തിലെ ഒരുപാട് വസ്തുക്കളെ നമ്മൾ എടുത്തു നോക്കുമ്പോൾ നമ്മൾക്ക് ഔന്നത്യമുള്ളതായി നമുക്ക് അനുഭവപ്പെടുന്നു, പലതിനെയും നിയന്ത്രിക്കാൻ നമുക്ക് കഴിയുന്നു. പക്ഷേ പടച്ചറബിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രപഞ്ചത്തിലെ സകല സൃഷ്ടികളും അവന് നമ്മളെപ്പോലെ തന്നെ സൃഷ്ടിച്ച സൃഷ്ടികളാണ്. അള്ളാഹു നമുക്ക് ചില പ്രത്യേകതകൾ നൽകി. വലക്കത് കറംന ബനി ആദം എന്ന് പറഞ്ഞുകൊണ്ട് അറിവും അതുപോലെ മറ്റുള്ളവർക്കില്ലാത്ത ചില തിരിച്ചറിവിൻ്റെ പ്രത്യേകതകളും അർഹമുറാഹിമായ തമ്പുരാൻ നമുക്ക് നമ്മെ ഒന്ന് സവിശേഷപ്പെടുത്തി എന്ന് മാത്രം. ആ സവിശേഷതയാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ സവിശേഷത അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് നൽകിയെങ്കിൽ ഈ സവിശേഷത ഉള്ളപ്പോൾ തന്നെ എങ്ങനെ നമ്മൾ ഈ അള്ളാഹുവിൻ്റെ ഉപകരണമാകുന്ന നമ്മുടെ ജീവിതം അല്ലെങ്കിൽ നമ്മുടെ ജീവൻ അല്ലെങ്കിൽ നമ്മുടെ ശരീരം, നമ്മുടെ മനസ്സ് ഇതൊക്കെ ഉപയോഗപ്പെടുത്തണം എന്നതിനെക്കുറിച്ചുള്ള വ്യക്തമായ ഒരു മാർഗരേഖയും പടച്ചറബ് നമുക്കൊപ്പം ഇറക്കി. ആ മാർഗരേഖ അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അപ്പോൾ മനുഷ്യ ജീവിതത്തിൻ്റെ വ്യക്തമായ ജീവിത പദ്ധതിയാണ് പരിശുദ്ധ ഖുർആൻ. അങ്ങനെയാണല്ലോ പരിശുദ്ധ ഖുർആൻ തന്നെ നമ്മളോട് പറഞ്ഞത്. കാരണം അത് നമ്മുടെ മനസ്സിലുള്ള ഷിഫാഉൽ ലിമാ ഫിസ് സുദൂർ എന്നൊരു പ്രയോഗമുണ്ട് പരിശുദ്ധ ഖുർആനിൽ. അള്ളാഹു ഭൂമുഖത്തേക്ക് ഇറക്കിയ ഈ പരിശുദ്ധ ഖുർആൻ നമ്മുടെ ഹൃദയത്തിലുള്ളതിൻ്റെ മുഴുവൻ ഒരു ശാന്തിയാണ്, സമാധാനമാണ്. അത് അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്. ആ അനുഗ്രഹത്തെ നമ്മൾ അനുഗ്രഹമായി തന്നെ തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുമ്പോഴാണ് ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യൻ അള്ളാഹു എന്ത് ഉദ്ദേശത്തിന് അവനെ ഭൂമിയിൽ പടച്ചുവോ ആ ഉദ്ദേശത്തിലേക്ക് അവൻ നീങ്ങിപ്പോകുന്നത്. കാരണം ഭൂമിയിൽ അള്ളാഹു മനുഷ്യനെ പടച്ചത് എന്തിനാ? അള്ളാഹുവിനെ ആരാധന നിർവഹിക്കുന്നതിന് വേണ്ടി. പടച്ചറബ് പറഞ്ഞല്ലോ, നിങ്ങളെ ഞാൻ പടച്ചിരിക്കുന്നത് എനിക്ക് ആരാധന നിർവഹിക്കുക എന്ന സതുദ്ദേശത്തോടു കൂടി മാത്രമാണ്. അതിന് നിങ്ങൾക്ക് മാർഗരേഖയായിട്ടാണ് പരിശുദ്ധ ഖുർആൻ തന്നിരിക്കുന്നത്. ഈ ഖുർആൻ ആർക്കാണ് മാർഗരേഖ? അതിൻ്റെ ആമുഖത്തിൽ തന്നെ പടച്ചറബ് പറഞ്ഞു, അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ് വയുഖീമൂന സ്വലാത്ത വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. ഇത് മാർഗരേഖ എന്ന ആർക്ക് മാത്രമാണ്? അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, അള്ളാഹുവിൻ്റെ ഗൈബിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക്. നാളെ വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള മനുഷ്യൻ്റെ ബോധം, അവിടെ നിന്ന് തുടങ്ങണം നമ്മുടെ ചർച്ച. നാളെ വരാനിരിക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള മനുഷ്യൻ്റെ ആ ചിന്താമണ്ഡലത്തിലെ ശരിയായ ഒരു അവബോധം, അതിലൂടെ മാത്രമേ ഒരു മനുഷ്യനെ നന്നാക്കിയെടുക്കാൻ കഴിയൂ. അതാണല്ലോ ഈ വിശുദ്ധ റമദാനിൻ്റെ പ്രത്യേകത കൂടി. അള്ളാഹുവിൻ്റെ പരിശുദ്ധ ദീൻ നമുക്ക് പഠിപ്പിച്ചു തരുന്ന റമദാനിൻ്റെ സവിശേഷതയും കൂടി അതാണ്. കാരണം മനുഷ്യൻ്റെ മനസ്സും ശരീരവുമാണ് അവൻ്റെ ഏറ്റവും വലിയ ശത്രുക്കൾ. മനുഷ്യൻ എന്ന് പറയുന്ന ഈ ജീവിയുടെ ഏറ്റവും വലിയ ശത്രുക്കളെ പടച്ചറബ് നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നു. നമ്മിൽ തന്നെ നമുക്ക് ശത്രുക്കളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ശത്രു മനുഷ്യൻ്റെ ശരീരവും അവൻ്റെ മനസ്സും തന്നെ. ഏതൊരു മനുഷ്യൻ്റെ മനസ്സും ഏതൊരു മനുഷ്യൻ്റെ ശരീരവും അവനെ തിന്മയിലേക്ക് പ്രേരിപ്പിക്കുന്ന ഒരവസ്ഥയിലാണ് പടച്ചറബ് സൃഷ്ടിച്ചിരിക്കുന്നത്. ആദ്യപിതാവായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൽ നിന്ന് തന്നെ നമുക്കത് കാണാൻ കഴിയുമല്ലോ. അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായി ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു പഴം ഭുജിച്ച സംഭവം വളരെ വ്യക്തമായി പഠിച്ചവരാണ് നമ്മുടെ സമൂഹത്തിലെ മുഴുവൻ ആളുകളും. നമുക്ക് നോമ്പ് 30 ദിവസം നിർബന്ധമാക്കിയതിൻ്റെ അടിസ്ഥാനപരമായ ചില കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നിടത്ത് പണ്ഡിതന്മാർ ഈ 30 ദിവസ കാലഘട്ടത്തിൻ്റെ സവിശേഷതയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കാരണം നോമ്പെന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു പരിശീലന കളരിയാണ്. പണ്ഡിതന്മാർ പറഞ്ഞത്
മനുഷ്യൻ്റെ ശരീരം വിശന്നാൽ അവയവങ്ങൾ അടങ്ങും എന്നാണ്. ശരീരം വിശന്നാൽ അവയവങ്ങൾ അടങ്ങും. ശരീരം വയറ് നിറച്ചാൽ അവയവങ്ങൾക്ക് വിശക്കും. നമ്മുടെ അവയവങ്ങളൊക്കെ നമ്മൾ വിശക്കുമ്പോൾ അടങ്ങുകയാണ്. കാരണം ആ അടക്കം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യൻ്റെ ജീവിതത്തിലെ ചില തൃഷ്ണകൾ, അവൻ്റെ ചില മോഹങ്ങൾ, അവൻ്റെ ചില ആഗ്രഹങ്ങൾ, അത് നിയന്ത്രിക്കാൻ മനുഷ്യന് കഴിയുന്നു. നമ്മുടെ ചില മോഹങ്ങളൊക്കെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിയുന്നത് പലപ്പോഴും വിശപ്പ് വല്ലാതെ വരുമ്പോഴാണ്. കാരണം നല്ലവണ്ണം വിശന്നൊരു മനുഷ്യൻ്റെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഈ വിശപ്പ് മാറ്റുക എന്നുള്ളതാണ്. മറ്റുള്ള വൃത്തികെട്ട ചിന്തയിലേക്കൊന്നും ഒരുപക്ഷെ അവൻ്റെ മനസ്സിനെ ആ സമയത്ത് കൊണ്ടുപോകാൻ അവന് കഴിയില്ല. അതുകൊണ്ട് തന്നെ വിശന്നാൽ മനുഷ്യരെന്ന് പാകപ്പെടും എന്നത് സാധാരണഗതിയിൽ ഏതൊരാൾക്കും അറിയാവുന്ന കാര്യവും പണ്ഡിതന്മാർ വളരെ വ്യക്തമായി നോമ്പിനെക്കുറിച്ച് വിശദമാക്കിയപ്പോൾ വിശദീകരിച്ച കാര്യവുമാണ്. എന്നാൽ നമ്മുടെ ശരീരം നന്നായിട്ട് വയറ് നിറച്ചാലോ? നമ്മൾ നന്നായി വയറ് നിറച്ചു, സുഭിക്ഷമായി ആഹാരം കഴിച്ച്, നല്ല പോഷകാഹാരമൊക്കെ കഴിച്ച് നല്ല സന്തോഷത്തോടു കൂടി നിൽക്കുകയാണെങ്കിൽ പലപ്പോഴും നമ്മുടെ അവയവങ്ങൾക്ക് ദാഹം വരും. അവയവങ്ങൾക്ക് ദാഹം വരുമെന്ന് പറഞ്ഞാൽ നമ്മുടെ അവയവങ്ങൾ പലപ്പോഴും തെറ്റ് ചെയ്യാൻ നമ്മളെ അപകടത്തിലേക്ക് കൊണ്ടുപോകാൻ പ്രേരിപ്പിക്കും. അപകടത്തിലേക്ക് നമ്മുടെ കൈ, അതുപോലെ തന്നെ നമ്മുടെ കാല്, നമ്മുടെ മനസ്സ്, നമ്മുടെ ശരീരത്തിൻ്റെ മറ്റു പല ഭാഗങ്ങളും അക്രമം കാണിക്കാൻ മനുഷ്യന് തോന്നും. പട്ടിണി കിടക്കുന്ന ഒരു മനുഷ്യനൊരു പക്ഷേ അക്രമം കാണിക്കാൻ തോന്നിയെന്ന് വരില്ല. അവനൊരു പക്ഷേ ലൈംഗിക തൃഷ്ണ ഉണർന്നു എന്ന് വരില്ല. നേരെ മറിച്ച് നല്ലവണ്ണം വയറ് നിറച്ച് ഭുജിച്ച് നിൽക്കുന്ന ഒരു മനുഷ്യന്, മതിച്ചു നിൽക്കുന്ന ഒരു മനുഷ്യന് സകല തെറ്റുകളും ചെയ്യാനുള്ളൊരു മോഹം വരും. അതുതന്നെയാണ് നോമ്പ് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പടച്ച റബ്ബ് തൻ്റെ മോഹമടക്കാൻ നിർദ്ദേശിച്ചത് അങ്ങനെയാണ് എന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിൽ മനോഹരമായി കാണാൻ കഴിയും. നമ്മുടെ പിതാവായ അബാന ആദം അലൈഹിസ്സലാം, നമ്മുടെ പ്രപിതാമഹനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ലമ്മാ അക്കല ഫിൽ ജന്നതി മിന ഷജറ, മരത്തിൽ നിന്നും ഒരു പഴം ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഭുജിച്ചു. ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും. അള്ളാഹുവിൻ്റെ പരിശുദ്ധ ദീനിൻ്റെ നിർദ്ദേശം നമ്മളോട് 30 ദിവസത്തെ നോമ്പ് നോൽക്കാൻ. എന്തുകൊണ്ട് 30 ദിവസമായി? അതിനെന്ത് പ്രത്യേകത എന്ന ചോദ്യത്തിനൊരു മറുപടിയായി പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നു. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വർഗ്ഗലോകത്ത് സൃഷ്ടിക്കപ്പെട്ട് വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന രംഗം പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കുന്നുണ്ട്. എല്ലാം നമുക്ക് വിശുദ്ധ ഖുർആനിലൂടെ തന്നെ ബോധ്യമാണ്. ഈ വിശുദ്ധ ഖുർആൻ പറയുന്നു, നിങ്ങൾ ആ പഴത്തിൽ നിന്ന് ഭുജിക്കരുത് എന്ന് പടച്ച റബ്ബ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഒരു നിർദ്ദേശം കൊടുത്തു. മനുഷ്യൻ എപ്പോഴും നിയന്ത്രണങ്ങൾ മറികടക്കാൻ ആഗ്രഹിക്കുന്നവനാണ്. എന്തെങ്കിലും ഒരു ചെറിയ നിയന്ത്രണം നമ്മുടെ മുമ്പിൽ വെച്ച്, അപ്പോൾ ചെറിയ കുട്ടികളെ നോക്കും നിങ്ങൾ, കളിച്ചുകൊണ്ട് നടക്കുന്ന കുട്ടികളാണെങ്കിലും നമുക്കിടയിൽ പ്രവർത്തിക്കുന്ന ചെറുപ്പക്കാരാണെങ്കിലും ഒരു കാര്യം ചെയ്യരുത്, അരുത് എന്ന് പറയുന്നതിൻ്റെ അപ്പുറത്ത് എന്തോ ഒന്നുണ്ട് എന്നൊരു മോഹം മനുഷ്യനുണ്ട്. ആ പരിധികളെ മറികടക്കാനുള്ള മനുഷ്യൻ്റെ ഒരു മോഹം പലപ്പോഴും അവനെ അപകടത്തിലേക്ക് എത്തിക്കും. ഒരു നിയന്ത്രണ രേഖ വരച്ചാൽ ആ രേഖക്കപ്പുറം അവനെ കടത്താനാണ് അവൻ്റെ മനസ്സും അവൻ്റെ ശരീരവും ഒക്കെ പ്രേരിപ്പിക്കുന്നത്. അങ്ങനെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ താരീഖിൽ കാണാം, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആ പഴം ഭുജിച്ചു. ബഖിയ ഫീ ജൗഫിഹി ബി മിഖ്ദാരി 30 യൗമ, അതിൻ്റെ ആ അംശം ഏകദേശം 30 ദിനം ബഹുമാനപ്പെട്ടവരുടെ വയറ്റിൽ നിലകൊണ്ടു എന്ന് ചരിത്രം പറയുന്നു. 30 ദിനം ആ പഴം ഭുജിക്കുകയും അതിൻ്റെ അംശങ്ങൾ 30 ദിനം ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ വയറ്റിൽ ബഖിയ ഫീ ജൗഫിഹി എന്നാണ് ചരിത്രകാരന്മാർ ഉദ്ധരിച്ചത്. എന്നാൽ ഫലമ്മ താബ, ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം തൗബ ചെയ്തു. അള്ളാഹുവേ, എൻ്റെ കയ്യിൽ ഇങ്ങനെ സംഭവിച്ചു പോയി, ചെയ്യാൻ പാടില്ല, എൻ്റെ കയ്യിൽ അങ്ങനെ സംഭവിച്ചു പോയി എന്ന തിരിച്ചറിവ് ഒരു മനുഷ്യനുണ്ടാകുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് തൗബ ചെയ്ത് മടങ്ങി. ഫലമ്മ താബ ഇലല്ലാഹി തആല, മഹാനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം പടച്ച റബ്ബിലേക്ക് തൗബ ചെയ്ത് മടങ്ങിയപ്പോൾ അമറഹു ബി സൗമി 30 യൗമൻ ബിലയാലിഹാ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി തങ്ങളോട് കൽപ്പിക്കുന്നു, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ അബദ്ധം സംഭവിച്ചു പോയതിന്, അഥവാ പടച്ച റബ്ബിൻ്റെ നിർദ്ദേശം മറികടന്നുകൊണ്ടൊരു പഴം ഭുജിച്ചു പോയതിന് മഹാനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പടച്ച റബ്ബ് പറയുന്നു, അമറ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചു, ബിസൗമി 30 യൗമൻ ബിലയാലിഹാ, 30 ദിനരാത്രങ്ങൾ ഒന്നിച്ചു നോമ്പ് നോൽക്കാൻ. 30 ദിനരാത്രങ്ങൾ, ദിനം മാത്രമല്ല രാത്രി കൂടി. പൂർവ്വകാലത്ത് അങ്ങനെ ദിനരാത്രങ്ങളിൽ ഒന്നിച്ചു നോമ്പുണ്ടായിരുന്നു. രാവും പകലും നോമ്പ് നോൽക്കുന്ന സംവിധാനം പണ്ട് കാലങ്ങളിൽ ചില സമൂഹങ്ങളിൽ ഉണ്ടായിരുന്നു എന്ന് ചരിത്രം പറയുന്നുണ്ട്. നമുക്ക് പകല് മാത്രം നോമ്പ് നോൽക്കാൻ പടച്ച റബ്ബ് അവസരം തന്നത് അള്ളാഹുവിൻ്റെ വലിയ ഒരു അനുഗ്രഹമാണ്. ഒരു പക്ഷേ പടച്ചവൻ്റെ കൽപ്പന രാവും കൂടി നോമ്പ് നോൽക്കാനാണെങ്കിൽ നമ്മളങ്ങനെ തന്നെ നോമ്പ് നോൽക്കേണ്ടി വരുമായിരുന്നല്ലോ. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ നിർദ്ദേശം, നമ്മൾ പ്രഭാതം മുതൽ പ്രദോഷം വരെ സൂര്യൻ്റെ
ഉദയം മുതൽ സൂര്യൻ്റെ അസ്തമയം വരെ നോമ്പ് നോൽക്കുക എന്നതാണ്. ആ പ്രക്രിയയാണ് നമ്മളൊക്കെ നിർവഹിക്കേണ്ടത്. അങ്ങനെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത നിർദ്ദേശം ഇങ്ങനെയായതുകൊണ്ട് തന്നെ നമ്മുടെ ആദ്യ പിതാവിന് അല്ലാഹു നൽകിയ ആ 30 ദിനങ്ങൾ, ആ പാപക്കറകൾ കഴുകിക്കളയാൻ പറ്റിയ 30 ദിനങ്ങൾ, പാപത്തിൻ്റെ കറയാണ് വയറ്റിൽ അവശേഷിച്ചിരുന്നത്. ആ അവശേഷിച്ചത് കഴുകിക്കളയാൻ അല്ലാഹു 30 ദിനരാത്രങ്ങളുടെ നോമ്പ് കൊടുത്തു. നമ്മളോടും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നിങ്ങളുടെ പാപങ്ങളെ മുഴുവൻ കരിച്ചു കളയുന്ന ഒരു മാസമാണ് പരിശുദ്ധ റമദാൻ. ആ ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. അത് ശരിക്കും ഫുർഖാൻ, നിങ്ങൾക്ക് സത്യാസത്യ വിവേചനത്തിന് ഉതകുന്ന രീതിയിലുള്ള ഖുർആൻ നിങ്ങൾക്ക് നൽകിയ മാസമാണ്. അത് മാർഗരേഖയാണ് നിങ്ങൾക്ക്. ആ മാർഗരേഖ അനുസരിച്ച് കൊണ്ട് പ്രവർത്തിക്കാനുള്ള ഒരു അനുസരണാബോധം അത് മനുഷ്യൻ്റെ ഉള്ളിൽ സൃഷ്ടിച്ചെടുക്കുക എന്നതാണ് നമ്മൾ ചെയ്യുന്ന ഈ പ്രക്രിയയുടെ ഏറ്റവും വലിയ അടിസ്ഥാനം. കേവലം ഒരു മനുഷ്യനെ പട്ടിണി കിടത്തുക എന്നുള്ളത് മാത്രമല്ല. പട്ടിണി കിടന്നത് കൊണ്ട് പ്രത്യേക പ്രയോജനമൊന്നും കിട്ടാനില്ല പടച്ചറപ്പിന്. നമ്മൾ പട്ടിണി കിടന്നിട്ട് പടച്ചറപ്പിന് എന്താ കിട്ടുന്നത്? ഒരു മനുഷ്യൻ്റെ പട്ടിണി കൊണ്ട്. അപ്പം നമ്മൾ ഈ നോമ്പ് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന അതിൻ്റെ ഒരു ആത്മീയതയുണ്ട്. ആ ആത്മീയതയിൽപ്പെട്ട ഒന്നാണ് ഖുർആൻ പഠിക്കലും പരിശുദ്ധ ഖുർആനെക്കുറിച്ച് അറിയലും കൂടുതൽ ആരാധന കൊണ്ട് ഈ ദിനരാത്രങ്ങളെ ധന്യമാക്കലും. അതാണല്ലോ നോമ്പിൻ്റെ നിർദ്ദേശത്തെക്കുറിച്ച് പറഞ്ഞത്. നോമ്പിന് 2 വശങ്ങളുണ്ട്. നമ്മൾ ആദ്യമായി മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതാ. ഇന്ന് പ്രഥമ ദിനമായതുകൊണ്ട് നോമ്പിനെ കുറിച്ച് 1-2 കാര്യങ്ങൾ പറയാതിരിക്കാൻ നിർവാഹമില്ലല്ലോ. വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഖുർആൻ ഇറങ്ങിയ മാസത്തിൽ നമ്മൾ ചെയ്യുന്ന ഈ പ്രവർത്തനം. നിയന്ത്രണങ്ങളെക്കുറിച്ച് പഠിക്കുക എന്നതാണ്. ഖുർആൻ തന്നെ പറഞ്ഞല്ലോ, അള്ളാഹുവിൻ്റെ ഖുർആൻ തന്നെ നമ്മളോട് വ്യക്തമായി യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രം പറഞ്ഞപ്പോൾ പറഞ്ഞു, നമ്മുടെ ഒരു ശരീരവും ഒരിക്കലും നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന അവസ്ഥയിലല്ല. അള്ളാഹുവിൻ്റെ പ്രവാചകത്വം ലഭിച്ച ബഹുമാനപ്പെട്ട യൂസുഫ് നബി തങ്ങൾ പറഞ്ഞ വാചകം എന്താ? വമാ ഉബദ്ദിഉ നഫ്സി ഇന്നൻ നഫ്സ ലഅമ്മാറത്തും ബിസൂ. വമാ ഉബദ്ദിഉ നഫ്സി, എൻ്റെ ശരീരം പവിത്രമാണെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. എൻ്റെ ശരീരം തെറ്റിൽ നിന്ന് മുക്തമാണെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. ഇപ്പം നമുക്ക് ആർക്കെങ്കിലും അവകാശപ്പെടാൻ പറ്റും? ഒരു തെറ്റും ചെയ്യാത്ത ശരീരമാണ് നമുക്കുള്ളത് എന്ന് നമുക്ക് അവകാശപ്പെടാൻ പറ്റുമോ? നമ്മുടെ ആത്മാവ് അല്ലെങ്കിൽ നമ്മുടെ ശരീരം, ഒരു മനുഷ്യനെന്ന് പറയുമ്പോൾ 2 വശമാണല്ലോ. എല്ലാറ്റിനുമുണ്ട് 2 വശങ്ങൾ. നോമ്പിനുമുണ്ട് 2 വശങ്ങൾ, മനുഷ്യനുമുണ്ട് 2 വശങ്ങൾ. മനുഷ്യൻ്റെ 2 വശം ആത്മാവ്, അതുപോലെ തന്നെ അവൻ്റെ ജഡം അല്ലെങ്കിൽ ശരീരം. എന്നപോലെ നോമ്പിനും ഒരു ആത്മാവ്, അതിൻ്റെ ഒരു ഭൗതിക തലം, ഇതെല്ലാറ്റിനുമുണ്ട്. നമ്മുടെ ഈ നോമ്പ് എന്ന് പറയുന്ന നമ്മൾ അനുഷ്ഠിക്കുന്ന ഈ പ്രക്രിയ, അത് ഏറ്റെടുക്കുന്ന നമ്മുടെ ഈ ശരീരം ഒരിക്കലും 100% പവിത്രമാണ് എന്ന് നമുക്ക് അവകാശപ്പെടാൻ കഴിയില്ല. എന്തുകൊണ്ട്? എപ്പോഴും തിന്മയ്ക്ക് നമ്മളിങ്ങനെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും. എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നത് ആനന്ദമാണല്ലോ. ഒരു അടങ്ങി ഒതുങ്ങിയ അവസ്ഥ ഒരിക്കലും ഒരാളും ആഗ്രഹിക്കില്ല. അപ്പം നമ്മളിങ്ങനെ ഒരു ഹാളിൽ കുറേ സമയം പ്രഭാഷണം കേട്ടിരിക്കുകയാണ്. ഒരു പരിധിയുണ്ട് അതിന്. ആ പരിധി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവിടെ നിന്ന് എഴുന്നേൽക്കും. എന്താ കാരണം? നമ്മുടെ ശരീരം നമ്മളെ സമ്മതിക്കില്ല. അങ്ങനെ പിടിച്ച് ഇരുന്നു കൊണ്ട് കുറേ സമയം നിൽക്കാൻ നമ്മുടെ ശരീരം നമുക്ക് അനുവാദം തരില്ല. അപ്പോൾ നമ്മൾ അവിടുന്ന് സ്വാഭാവികമായും എഴുന്നേൽക്കും. അങ്ങനെ സ്വാഭാവികമായും എഴുന്നേറ്റ് കൊണ്ട് നമ്മൾ അവിടുന്ന് പോകേണ്ടി വരും. അതെന്താ? ശരീരത്തിൻ്റെ ഒരു പ്രേരണയാണ്. ഒരു പക്ഷേ മനസ്സ് ഇതിൽ ലയിച്ചിരുന്നു കൊണ്ട് നമുക്കിവിടെ ഇരിക്കണം എന്ന് മനസ്സ് പറഞ്ഞാലും ശരീരം ചിലപ്പോൾ സമ്മതിക്കൂല. മനസ്സ് ശരീരത്തെ ചിലപ്പോൾ തിരിച്ച് പ്രേരിപ്പിക്കുകയും ചെയ്യും. അവിടെ പൈശാചിക പ്രേരണയ്ക്ക് പുറമെ നമ്മുടെ ശാരീരികമായൊരു പ്രേരണ ഉണ്ട്. നമ്മളൊരു പക്ഷേ അതിനെ ദേഹേച്ഛ എന്ന് പറയും, ഹവ. ഈ ഹവയെ മറികടക്കാൻ ഒരു മനുഷ്യന് കഴിയുമ്പോഴാണ് അവൻ ഒരു ഉദാത്ത മാനവനായി നല്ലൊരു മനുഷ്യനായി മാറുന്നത്. നമ്മുടെ ഈ ഹവയെ മറികടക്കാൻ നമുക്ക് കഴിയണം. ഈ ഹവയെ മറികടക്കാൻ എപ്പോഴാണ് നമുക്ക് കഴിയുന്നത്? ശരിക്കും പടച്ച റബ്ബിൻ്റെ മുമ്പിൽ പോയി നിൽക്കേണ്ടി വരുമല്ലോ എന്നുള്ളൊരു ചിന്ത. അതാണ് ഖുർആൻ പഠിപ്പിച്ചത്. അമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ. അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ പറഞ്ഞ വാചകമാണത്. നമ്മൾ വളരെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ട അതിപ്രധാനമായ കാര്യം. അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ പറയുന്നു, അമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി. നാളെ പടച്ച റബ്ബിൻ്റെ മുമ്പിൽ ചെന്ന് നിന്നുകൊണ്ട് വിചാരണ നേരിടേണ്ടി വരുമല്ലോ എന്ന ഒരു ചിന്ത നമ്മുടെ കൽബിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, അള്ളാഹുവിൻ്റെ സ്ഥാനത്തെക്കുറിച്ച്, ആ മക്കാമിനെക്കുറിച്ച്, ആ പദവിയെക്കുറിച്ച്, എന്നെ സൃഷ്ടിച്ച പടച്ച തമ്പുരാൻ്റെ മഹത്വത്തെക്കുറിച്ച് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ചിന്തയുണ്ടോ? ആ ചിന്ത നമ്മുടെ കൽബിലുണ്ടെങ്കിൽ വനഹൻ നഫ്സ അനിൽ ഹവാ, വനഹൻ നഫ്സ അനിൽ ഹവാ. ഖുർആൻ പറയുന്ന വിജയത്തിൻ്റെ വീതി അതാണ്. വിശുദ്ധ ഖുർആൻ നിർദ്ദേശിക്കുന്ന വിജയത്തിൻ്റെ മാർഗം അതാണ്. സ്വന്തം ശരീരത്തെ നമ്മൾ ഹവയിൽ നിന്ന് നിയന്ത്രിക്കണം, മോഹങ്ങളിൽ നിന്ന് നിയന്ത്രിക്കണം,
അങ്ങനെ വന്നാൽ ഫഇന്നൽ ജന്നത ഹിയൽ മഅ്വാ, ആ മനുഷ്യൻ്റെ ഏറ്റവും നല്ല മടക്കസ്ഥാനമാണ് സ്വർഗം. അവന് നാളെ സ്വർഗത്തിലേക്ക് പ്രവേശനം ലഭ്യമാണ്. അപ്പം നിങ്ങൾ നോക്കൂ, യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ വാക്യത്തിനോട് കൂട്ടി നോക്ക്. ഇന്നൻ നഫ്സല അമ്മാറത്തും ബിസ്സൂ, ഏത് മനുഷ്യൻ്റെ മനസ്സും പ്രത്യേകിച്ച് എൻ്റെ ശരീരം, എൻ്റെ നഫ്സ് അമ്മാറത്തും ബിസ്സൂ, തിന്മകൾക്ക് പ്രേരണ ചെലുത്തുന്നതാണ്. തിന്മകൾ ചെയ്യാൻ എന്നെ പ്രേരിപ്പിക്കുന്ന ശരീരമാണ് എനിക്കുള്ളത്. ഇല്ലാ മാ റഹിമ റബ്ബി, എൻ്റെ റബ്ബിൻ്റെ രക്ഷിതാവിൻ്റെ എൻ്റെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കരുണാ കടാക്ഷം എൻ്റെ മേൽ ഇല്ലെങ്കിൽ, അള്ളാഹുവിൻ്റെ കരുണ ഇല്ലെങ്കിൽ എൻ്റെ മനസ്സ് എപ്പോഴും അപകടത്തിലേക്ക് പോകും, ശരീരം അപകടത്തിലേക്ക് പോകും. ഇന്ന റബ്ബി ഗഫൂറുർ റഹീം, എൻ്റെ രക്ഷിതാവ് ഏറെ പൊറുക്കുന്നവനാണ്, വളരെയധികം കരുണാവാരിധിയുമാണ്. ആ കരുണാവാരിധിയായ പടച്ചറബ് നമുക്ക് ഈ രീതിയിൽ ഒരു കാരുണ്യം ചൊരിഞ്ഞു തന്നിട്ടില്ലെങ്കിൽ അബദ്ധത്തിലേക്ക് നമ്മുടെ മനസ്സിനെ നമ്മൾ കൊണ്ടുപോകും, അപകടത്തിലേക്ക് നമ്മുടെ ശരീരം നമ്മെ നയിച്ചു കൊണ്ടുപോകും. ഏത് മനുഷ്യൻ്റെ മനസ്സും ശരീരവും അവനെ നയിക്കുന്നത് തെറ്റിലേക്കാ. എന്നാൽ ഈ ശരീരം നമ്മളെ തെറ്റിലേക്ക് നയിച്ചിട്ട് പിന്നെ നമ്മളെ കൊണ്ടുപോയിട്ട് ചതിക്കുഴിയിൽ പെടുത്തും ചെയ്യും. അത് ഉറപ്പല്ലേ? ഈ ശരീരം കൊണ്ടുപോയിട്ട് നമ്മളെ ചതിക്കുഴിയിൽ പെടുത്തും. അപ്പം നമ്മുടെ ശരീരം തന്നെ നമുക്ക് ശത്രുവാണ് എന്ന ഒരു തിരിച്ചറിവ് ആദ്യം നമുക്ക് വേണം. എൻ്റെ ശരീരം എനിക്കെതിരെ പടച്ചറപ്പിനോട് സാക്ഷി പറയുമല്ലോ. നാളെ പടച്ചറപ്പിൻ്റെ കോടതിയിൽ നമ്മൾ ചെന്ന് നിൽക്കുമ്പോൾ, അള്ളാഹുവിൻ്റെ വിചാരണ കോടതി നമ്മൾ വിചാരണ നേരിടുമ്പോൾ ഇതേ ഖുർആൻ നമ്മളെ പഠിപ്പിക്കാം. നിങ്ങൾക്ക് വരാൻ പോകുന്ന ഏറ്റവും വലിയ അപകടം നിങ്ങളിൽ നിന്നു തന്നെയാണ്. എൻ്റെ ദേഹം തന്നെ എനിക്കെതിരെ സാക്ഷി പറയും പടച്ചറപ്പിൻ്റെ മുമ്പിൽ. വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ അയ്ദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. എന്തിനാണ് ഖുർആൻ ഇത് പഠിപ്പിച്ചത്? ഇത് പഠിപ്പിച്ചത് നമ്മുടെ ഈ ശരീരത്തെ ശരിക്കും നമ്മൾ നിയന്ത്രിച്ച് നിർത്തണമെന്ന് ബോധ്യപ്പെടുത്താൻ. മനസ്സുകൊണ്ട് നമ്മൾ ശരീരത്തെ ശരിക്കും നിയന്ത്രിച്ച് നിർത്തണം. അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ അയ്ദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. ഒരു ദിവസം വരാനുണ്ട്, നമ്മളെല്ലാവരും ഇതുപോലെ മഹ്ശറാവൻ സഭയിൽ പടച്ചറപ്പിൻ്റെ കോടതിയിൽ ഹാജരാകുന്ന ദിവസം. അള്ളാഹുവിൻ്റെ വിചാരണ കോടതിയിൽ ഞാനുണ്ടാകും, നിങ്ങളുണ്ടാകും. എല്ലാവരും ഇതുപോലെ പടച്ചറപ്പിൻ്റെ കോടതിയിൽ ഇങ്ങനെ ഇരിക്കും. വിചാരണ തുടങ്ങുകയായി. അള്ളാഹു വന്നുകൊണ്ട് അവൻ്റെ സിംഹാസനം വെക്കും. ആ സിംഹാസനത്തിൽ പടച്ചറപ്പിരിക്കും. ലിമനിൽ മുൽക്കുൽ യൗം, ആർക്കാണ് ഇന്ന് അധികാരമെന്ന് ചോദിച്ചുകൊണ്ട് പടച്ചറപ്പിൽ ഇല്ലാഹിൽ വാഹിദിൽ ഖഹാർ, പടച്ചറപ്പിനും അത്തരം അധികാരമുള്ള ഒരു ദിവസം. ഒരുത്തനും ഒരു അധികാരത്തിൻ്റെ ദണ്ഡും പ്രയോഗിക്കാൻ കഴിയാത്ത, ഒരാൾക്കും അധികാരത്തിൻ്റെ ഒരു ലാഞ്ചനയുമില്ലാത്ത, അള്ളാഹുവിൻ്റെ മാത്രം അവൻ പറഞ്ഞത് മാത്രം കേൾക്കുക, അവൻ അനുസരിച്ചുകൊണ്ട് മാത്രം അവിടെ നിൽക്കുക, ഒരു ശുപാർശയും നടക്കാത്ത, യാതൊരു തരത്തിലുമുള്ള നിർദ്ദേശങ്ങളും അള്ളാഹു അങ്ങോട്ട് സ്വീകരിക്കാത്തൊരു ദിവസം ഒക്കെ നമ്മൾ കേട്ടുകൊള്ളണം. ആ ദിവസം ഞാനും നിങ്ങളും പേടിച്ച് വിറച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നമുക്കൊക്കെ മനസ്സിലൊരു ഭയപ്പാടുണ്ടാകും. എല്ലാവരുടെ മനസ്സിലും ഒരു ഭയപ്പാട്. ആ ഭയപ്പെട്ടുകൊണ്ട് പേടിച്ച് വിറച്ചുകൊണ്ട് നമ്മൾ നിൽക്കുന്ന സന്ദർഭത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് ആ മഹ്ശറ വൻസഭയിൽ വെച്ചുകൊണ്ട് നമ്മുടെ അവയവം എതിര് നിൽക്കുകയാണ് നമുക്ക്. അൽ യൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം, നമ്മുടെ വായകൾക്ക് മുഴുവൻ സീല് വെക്കും. ശരിക്ക് ശ്രദ്ധിക്കണം എൻ്റെ ചെറുപ്പക്കാർ, ആധുനിക ശാസ്ത്രലോകത്തിലൂടെ കടന്നു വരുന്നവർ, വലിയ വലിയ വികാസം സിദ്ധിച്ച വൈജ്ഞാനിക വിസ്ഫോടനത്തിൻ്റെ കാലഘട്ടത്തിൽ ജീവിക്കുന്നവർ, എല്ലാം തികഞ്ഞുവെന്ന് അവകാശപ്പെടുന്ന മനുഷ്യനോർക്കണം, അൽ യൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം, വായകൾക്ക് സീല് വെക്കുന്നൊരു ദിവസം വരാനുണ്ട്. നമ്മുടെ വായകൾക്ക് സീല് വെക്കാൻ പോവാം. നമ്മളെ വായകൾ മുഴുവൻ സീല് വെക്കും എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പ്രത്യേക പ്ലാസ്റ്റർ കൊണ്ടുവന്ന് വായക്ക് വെക്കുന്നല്ല എൻ്റെ അർത്ഥം. മനുഷ്യനെ സംസാരിക്കാൻ അനുവദിക്കാത്തൊരു സമയം, ഒരു സംസാരം അവിടെ ഇല്ല. ഒരുപക്ഷെ നമുക്ക് അനുകൂലമായി വല്ല വാദങ്ങളും ഉയർത്തിയേക്കാം, മിണ്ടാൻ പറ്റൂല, ഒരക്ഷരം മിണ്ടാൻ പറ്റില്ല, മിണ്ടാതെ ഇങ്ങനെ നിൽക്കുക. മനുഷ്യൻ മിണ്ടാതെ ഇങ്ങനെ നിൽക്കുമ്പോൾ അവൻ്റെ കൈ ശരിക്കും സംസാരിക്കുക. തുകല്ലിമുന, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നത് നമ്മളോട് സംസാരിക്കുകയാണ്, എന്നോട് വിവരങ്ങളൊക്കെ പറയുകയാണ്, അഥവാ പടച്ചറപ്പിൻ്റെ മുമ്പിൽ കാര്യങ്ങളൊക്കെ തുറന്നിങ്ങനെ അവതരിപ്പിക്കുകയാണ്. ഐദേഹിം, അവൻ്റെ കൈകൾ. വിശ്വസിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ആധുനിക ശാസ്ത്രം പഠിച്ചൊരു കുട്ടിക്ക് വായ സീല് വെച്ചിട്ട് കൈ ഇങ്ങനെ സംസാരിക്കുക എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടോ? മനസ്സിലേക്ക് അത് കടന്നു വരുന്നുണ്ട്. എങ്ങനെയാണ് ഒരു മനുഷ്യൻ്റെ ഈ കൈ ഭൗതികമായി നമ്മളിങ്ങനെ ചിന്തിച്ചാൽ നമ്മുടെ ഈ കൈ എങ്ങനെ സംസാരിക്കുക? മാത്രമല്ല തശ്ഹദു അർജുലുഹു, കാലുകൾ ശരിക്ക് പടച്ച റബ്ബിൻ്റെ മുമ്പിൽ സാക്ഷി പറയാം. കൈ സംസാരിക്കുന്നു, കാല് സാക്ഷി പറയുന്നു. ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടോ നിങ്ങൾക്ക്?
അത് ചിന്തിക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്. എങ്ങനെ സംഭവിക്കും അത് എന്നതിനെക്കുറിച്ചൊരു ഊഹം നമ്മുടെ മനസ്സിലുണ്ടോ? എങ്കിൽ ഭൗതിക ലോകത്ത് പടച്ചറബ് എത്ര മനോഹരമായിട്ടാണ് നമുക്കത് പഠിപ്പിച്ചു തരുന്നത്, എത്ര സുന്ദരമായിട്ടാണ് പടച്ചറബ് നമുക്കത് സംവിധാനിച്ച് കാണിച്ചു തരുന്നത്. ഇപ്പോൾ ഒരു പക്ഷേ നമ്മളൊരു കവലയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമൂഹത്തോടോ അന്ന് ഖുർആൻ പറഞ്ഞ ഈ സത്യം 15 അറേബ്യയിലെ ജനസമൂഹത്തിന് മുമ്പിൽ ഒട്ടകത്തിൻ്റെ മൂക്ക് കയറി പിടിച്ചുകൊണ്ട് ജീവിക്കുന്നൊരു ജനസമൂഹം, ഒന്നും അറിയാത്തൊരു ജനസമൂഹം, നിരക്ഷരർ എന്ന് വേണമെങ്കിൽ പറയാം. അവരെ സംബന്ധിച്ചിടത്തോളം വിശാലമായ മരുപ്രദേശം, ആ മരുഭൂമിയിലൂടെ സഞ്ചരിക്കാനുള്ള മരുക്കപ്പൽ എന്ന് പറയുന്ന കപ്പൽ അഥവാ അവൻ്റെ ഒട്ടകം, അവൻ്റെ കൃഷി, അവൻ്റെ ജീവിതം, അവൻ്റെ ചുരുങ്ങിയ ജീവിതം, ലോകത്തിൻ്റെ നാനാഭാഗത്തും ജീവിക്കുന്ന മനുഷ്യർക്ക് കാലാന്ത്യം വരെ അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത പരിശുദ്ധ ഖുർആന്റെ നിർദ്ദേശം അവൻ്റെ മുമ്പിൽ വെക്കുകയാണ് നബി തങ്ങൾ. എന്നിട്ട് അവന് പഠിപ്പിച്ചു കൊടുക്കുന്നു, നിന്റെ വായക്ക് നാളെ സീല് വെക്കും മോനെ, നീ ഈ ഭൂമുഖത്ത് ചെയ്ത പ്രവർത്തനങ്ങളൊക്കെ നിന്റെ കൈ പറയും, നിന്റെ കാലുകൾ സാക്ഷ്യം വഹിക്കും. ബിമാ കാനൂ യക്സിബൂൻ, നീ ചെയ്തിരുന്ന സകലമാന പ്രവർത്തനങ്ങളും അവരത് വിശ്വസിച്ചല്ലോ, അവരതനുസരിച്ച് തർബിയത്ത് ചെയ്യപ്പെട്ടല്ലോ, അവർക്ക് മനസ്സിലായി. അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസം കൊണ്ട് അവരത് അംഗീകരിച്ചു കൊടുത്തു. അവർ പിന്നെ വേറൊന്നും ചിന്തിച്ചില്ല. എന്നാൽ നമ്മളൊന്ന് ചിന്തിക്കുക, നമുക്കത് മനസ്സിലാക്കി തരാൻ വരെ പടച്ചറബ് സംവിധാനം ഭൂമിയിലുണ്ടാക്കിയല്ലോ. ഇപ്പോഴത്തെ ചെറുപ്പക്കാരായ മക്കളോട് നമ്മൾ കൈ സംസാരിച്ചെന്ന് പറയുമ്പോൾ തലയിൽ കയറൂല, അവൻ്റെ തലയിലേക്ക് അത് കയറൂല. നേരെ മറിച്ച് നിങ്ങളൊരു ചെറിയ പ്രക്രിയ, വളരെ ഇന്നത്തെ ശാസ്ത്രത്തിന് മുമ്പിൽ ഏറ്റവും ചെറുതെന്ന് പറഞ്ഞാൽ ലോക്കൽ, അത്ര വലിയ ഹൈ ടെക്നോളജി ഒന്നുമല്ല. ഇപ്പോൾ ഈ കൊടുവള്ളിയിൽ നിങ്ങളൊന്ന് പുറത്തിറങ്ങിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ അത് പരീക്ഷിക്കാൻ കഴിയും. നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ ഹൃദ്രോഗം ഉണ്ട് എന്നുള്ള ലക്ഷണം തോന്നിയിരിക്കുക, നെഞ്ചിനൊരു ചെറിയ എരിച്ചിൽ അല്ലെങ്കിൽ ചെറിയൊരു പുകച്ചിൽ രാത്രി, നമ്മൾ ആദ്യം വിചാരിച്ചു ഗ്യാസ് ട്രബിൾ ആയിരിക്കും. അങ്ങനെ നമ്മൾ ഒതുങ്ങി അങ്ങനെയൊക്കെ ചിന്തിച്ച് മനസ്സിൽ സമാധാനപ്പെടും. നമ്മളെ രോഗം വരുമ്പോൾ അങ്ങനെയാണ്, പരമാവധി നമ്മളെ മനസ്സുകൊണ്ട് അതിനെ ചെറുതാക്കാൻ നോക്കും. ആരോടെങ്കിലും പറഞ്ഞാലും അവർ ചെറുതാക്കാൻ നോക്കും. പക്ഷെ അത് മാറുന്നില്ല, നീറ്റലും പുകച്ചിലും വർദ്ധിക്കുന്നു, ഒരു ഇടി പോലെയൊക്കെ തോന്നുകയാണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ആദ്യം ഒരു ഡോക്ടറെ കാണും. നമുക്ക് നെഞ്ചുവേദന എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം പോകുന്ന ഒരു കാർഡിയോളജിസ്റ്റിൻ്റെ അടുത്തേക്കാവും. കാർഡിയോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ ഹൃദ്രോഗ വിദഗ്ധൻ. അയാളെ മുമ്പിൽ ചെന്നിട്ട് പരിശോധിച്ചിട്ട് ഹൃദയരോഗമുണ്ടോ, വാൾവിന് വല്ല തകരാറുണ്ടോ എന്ന് അറിയണം. അള്ളാഹു അത്തരം രോഗത്തെ തൊട്ട് നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. നല്ലോണം തോരുന്നോളൂ. ഇപ്പൊക്കെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വർദ്ധിച്ചു വരുന്ന രോഗം, അള്ളാഹുവേ അത്തരം മാരക രോഗത്തെ തൊട്ട് ഞങ്ങളെ കാക്കണേ തമ്പുരാനെ. എല്ലാവരും എന്ത് രോഗം ഇപ്പോൾ വരുന്നെന്ന് ഒരു പിടിയില്ല. കാരണം പെട്ടെന്ന് ഇന്നലെ കണ്ട ആളുകൾ ഇന്ന് ഇപ്പോൾ പി മുഹമ്മദ് ഫൈസി നമ്മുടെ നല്ല പ്രവർത്തകനായിരുന്നു, നേതാവായിരുന്നു, സമത്വ മുഷാവറ മെമ്പറായിരുന്നു. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാവട്ടെ. നേരം വെളുത്തപ്പോൾ മരിച്ചു എന്ന് നമ്മളൊക്കെ കേട്ടത്. രാത്രി 2-2:30 മണി. അതിൻ്റെ തലേ ദിവസം എനിക്കറിയാം അദ്ദേഹം മലപ്പുറത്ത് ഒരു പണ്ഡിത സംഗമത്തിന് സംബന്ധിച്ചു. അതിൻ്റെ തൊട്ട് മുന്നേ ദിവസം പൂക്കോട്ടൊരു ഹജ്ജ് ക്യാമ്പിൽ വന്ന് അഭിസംബോധന ചെയ്തു. മരിക്കുന്നതിൻ്റെ ഒരു ദിവസം മുമ്പ് മരിക്കുന്ന ദിവസം അദ്ദേഹം മലപ്പുറത്ത് പ്രോഗ്രാമിലുണ്ട്. അദ്ദേഹം മരിച്ച ദിവസം അദ്ദേഹം പങ്കെടുത്ത ഫോട്ടോ പത്രത്തിൽ മലപ്പുറം ജില്ലാ പേജിൽ മനോഹരമായിട്ടുണ്ട്. ഒരു കുഴപ്പവുമില്ലാതെ കൂട്ടത്തിൽ ജീവിച്ച് പൂക്കോട്ടൊരു ഹജ്ജ് ക്യാമ്പിലൊക്കെ വന്ന് ആശംസാ പ്രഭാഷണം മനോഹരമായി നിർവഹിച്ച് ഹാജിമാരോടൊക്കെ പ്രത്യേകം ദുആ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് സന്തോഷത്തോടു കൂടി ഹജ്ജ് ക്യാമ്പിൽ നിന്ന് പോയ ആളാണ്. രാത്രിയായപ്പോൾ മരിച്ചുവെന്ന് കേട്ടു. പിറ്റേന്ന് ജനാസ നമസ്കാരത്തിന് വേണ്ടി നമ്മൾ ചെല്ലുമ്പോൾ ആ മനുഷ്യൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഇന്നലെ സ്റ്റേജിൽ ഇരുന്നു കൊണ്ട് നമ്മളോട് സംസാരിക്കുകയും ആ സദസ്സിനോട് അദ്ദേഹം ആശംസ പറയുകയും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുകയും ചെയ്ത മുഖം ചേതനയറ്റ് കിടക്കുന്നത് കാണുമ്പോൾ ഓർക്കണം, ഒരു ചെറിയ ഹൃദയാഘാതം. അള്ളാഹുവിൻ്റെ തീരുമാനം അത്രയേ വേണ്ടൂ. പടച്ചറബ്ബ് നമ്മുടെ ആക്കിബത്ത് നന്നാക്കി തരുമാറാവട്ടെ. ഈമാനോടെയുള്ള മരണം പടച്ചറബ്ബ് നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് തിരിച്ചു വരുന്നു. ഈ മനുഷ്യൻ്റെ ഹൃദയസ്തംഭനത്തിൻ്റെ തുടക്കമാണതെന്ന് തോന്നിയിട്ട് ഇവൻ ഒരു ഡോക്ടറുടെ മുമ്പിൽ ചെന്നു എന്നിരിക്കട്ടെ. ആ ഡോക്ടർ എന്താ പറയും? ഏത് ഡോക്ടറാണെങ്കിലും അയാൾക്ക് ആദ്യം കിട്ടുന്നത് ECG ആണ്. അയാൾക്ക് ആദ്യം വേണ്ടത് ECG, ഇലക്ട്രോ കാർഡിയോഗ്രാഫ് എന്ന് പറയും. ഇലക്ട്രോ കാർഡിയോഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോണിക് ഉപകരണം ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ ഹൃദയത്തിൻ്റെ ഗ്രാഫ് വരയ്ക്കുകയാണ്. ഞാൻ ഈ പറയുന്ന പ്രോസസ്സ് ശരിക്കും മനസ്സിലാക്കണം. നിങ്ങൾ പുറത്തിറങ്ങിയിട്ട് ഇപ്പോൾ ഈ കൂട്ടത്തിലൊരു പക്ഷേ ക്ലിനിക്കൽ കാര്യങ്ങളൊക്കെ പഠിച്ച ആളുകളുണ്ടാവും, അങ്ങനെയാണല്ലോ. ആ ആളുകൾ ഒരു പക്ഷേ ഇതിലുണ്ടാവും. ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പാസ്സായ കുട്ടികൾക്ക് ഈ വിഷയം വളരെ വ്യക്തമായി ബോധ്യവും. പക്ഷേ അവർ ഒരു പക്ഷേ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവില്ല. ഇപ്പോൾ ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പഠിച്ച കുട്ടികൾ ഈ സദസ്സിലുണ്ടാവുമെന്ന് എനിക്കറിയാം. ഇന്നതൊന്നും വലിയ വിഷയമല്ല. നമ്മളൊരു ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പഠിച്ച കുട്ടി ഇരിക്കുന്ന ഒരു ലാബിൽ പോയിട്ടൊന്ന് ചോദിച്ചു നോക്കും. ECG എന്ന് പറയുന്ന പ്രോസസ്സ് ഡോക്ടർ ആവശ്യപ്പെടുന്നതാണ്. ഡോക്ടർക്ക് ഇപ്പോൾ വേണ്ടത് ECG ആണ്. ECG എടുത്തുകൊണ്ട് ഡോക്ടറെ അടുത്ത് കൊണ്ടുചെന്ന് കാണിച്ചാൽ ആ ECG കണ്ടുകൊണ്ട് ഡോക്ടർ പറയും ഇവൻ്റെ ഹൃദയം ഇന്ന രീതിയിലുണ്ട്, ഒന്നുകിൽ നോർമൽ അല്ലെങ്കിൽ അതിന് ഇന്ന കുഴപ്പമുണ്ട്.
എന്ന് ആ ഡോക്ടർ ശരിക്കത് നോക്കിയിട്ട് പറയും. ആ ECG എടുക്കാൻ വേണ്ടി നമ്മൾ ഒരു ക്ലിനിക്കിൽ ചെന്നാൽ അവിടെ നടക്കുന്ന പ്രോസസ്സ് എന്താ, അതാണ് നമ്മൾ പഠിക്കേണ്ടത്. അവിടെ നടക്കുന്ന പ്രോസസ്സ് ഒന്ന് മനസ്സിലായിക്കോളൂ, അല്ലെങ്കിൽ ഇന്ന് പോയി നിങ്ങൾ നോക്കിക്കോളൂ. അവൻ്റെ ഒരു ചെറിയ റേഡിയോ പോലുള്ള കൊച്ചു ബോക്സ്, ഒരു റേഡിയോ പോലുള്ള ചെറിയൊരു ബോക്സ്, അതാണ് ആ ഉപകരണം. ആ ഉപകരണത്തിലേക്ക് അവൻ്റെ ഹൃദയത്തിൻ്റെ മിടിപ്പറിയുന്നതിന് വേണ്ടി ഒരു സ്റ്റെതസ്കോപ്പ് ഇവിടെ പിടിപ്പിക്കും. ആ യന്ത്രവുമായി ബന്ധപ്പെടുത്തി ഒരു സ്റ്റെതസ്കോപ്പ് ഇവിടെ വെക്കും. ഡോക്ടർ സാധാരണ വെച്ച് നോക്കുന്ന സ്റ്റെതസ്കോപ്പ്, ഇതിൻ്റെ മിടിപ്പറിയാം. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ കയ്യിലെ ഞരമ്പിലേക്ക് ജെല്ലി തേച്ച് പ്രത്യേകം ഒരു വയറ് പിടിപ്പിക്കും. ആ വയർ ഈ യന്ത്രത്തോട് കണക്ട് ചെയ്യും. എന്നപോലെ തന്നെ നമ്മുടെ കാല് 3 കണക്ഷനാണ് ഉണ്ടാവുക. ഒന്ന് ഹൃദയത്തിൻ്റെ മിടിപ്പോപ്പിൻ്റെ കണക്ഷൻ, ഒന്ന് ഈ ഇവിടുത്തെ കയ്യിൻ്റെ ഈ ഞരമ്പ് ഇത് മിടിക്കുമ്പോൾ എത്രത്തോളം ഇവിടെ രക്തം വരുന്നുണ്ടെന്ന് അറിയാനുള്ള പ്രത്യേകമായ സംവിധാനം. എന്നപോലെ കാലിൽ നിന്നൊരു 3 വയറുകൾ. എന്നിട്ട് ഇയാൾ ഈ യന്ത്രം അങ്ങ് പ്രവർത്തിപ്പിക്കും. നമ്മളെ കിടത്തിയിട്ട് ആ യന്ത്രം അങ്ങ് പ്രവർത്തിപ്പിക്കും. ഹൃദയിക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, യന്ത്രം പ്രവർത്തിച്ചു. ആ യന്ത്രം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ പ്രവർത്തിക്കുന്നതോടുകൂടി അതിൽ നിന്നും ഒരു ഗ്രാഫ് പുറത്ത് വരും, ഒരു കടലാസ്. ആ കടലാസ് പുറത്ത് വന്നാൽ അത് പറിച്ചെടുത്ത് ഒരു പാഡിൽ ഒട്ടിച്ചിട്ട് ഡോക്ടറെ മുമ്പിൽ കൊണ്ടുപോയി. അത് ഡോക്ടർ ഇങ്ങനെ നോക്കിയിട്ട് പറയും, നിൻ്റെ ഹൃദയം ഇപ്പം നോർമലാണ്, അല്ലെങ്കിൽ നിൻ്റെ ഹൃദയത്തിന് പിന്നെ കുഴപ്പമുണ്ട്, ഇത് ഇന്ന രീതിയിൽ ചെയ്യണം, സൂക്ഷിക്കണം, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് തിരിച്ചുവിടും. ഈ വ്യക്തി ഒന്നും സംസാരിക്കേണ്ട കാര്യമില്ല. സത്യത്തിൽ ഇവിടെ സംഭവിച്ച പ്രോസസ്സ് എന്താ? ഒരു നിമിഷം നിങ്ങളൊന്നിരുന്ന് നമ്മുടെ ശാസ്ത്രീയമായി ഈ ഖുർആനുമായി ബന്ധപ്പെടുത്തി, ഖുർആൻ ശാസ്ത്രവുമായി ബന്ധപ്പെടുത്താൻ അത്ര പാടുപെടേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഖുർആൻ പറയുന്നത് സത്യവും ശാസ്ത്രം പറയുന്നത് സത്യം കണ്ടെത്താനുള്ള മാർഗവുമാണ്. ശാസ്ത്രത്തിന് പഴച്ചു പോകാം, ഖുർആന് പഴക്കൂല. ശാസ്ത്രം പലപ്പോഴും തിരുത്തേണ്ടി വന്നിട്ടുണ്ട്, ഖുർആൻ തിരുത്തേണ്ടി വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിലൊരു ചർച്ച ആവശ്യമില്ല. പക്ഷെ എങ്കിലും ഇത് നമുക്കൊന്നുകൂടി ബോധ്യം, കൺമുന്നിൽ കാണുന്നൊരു കാര്യം ബോധ്യപ്പെട്ടാൽ പിന്നെ അതിൽ കൂടുതൽ വിശ്വാസമുണ്ടാവുക സ്വാഭാവികമായി മനുഷ്യൻ്റെ സ്വഭാവമാണ്. അതിനാണ് ഞാനിത് പറയുന്നത്. ഇപ്പം ഈ യന്ത്രം പ്രവർത്തിച്ച് ഈ കടലാസ് കൊണ്ടുപോകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇവിടെ സത്യത്തിൽ ഇവിടെ നടന്ന എന്താ? സത്യത്തിൽ ഇവിടെ നടന്നത് ഹൃദയം മിടിച്ചു. ശരിക്കും മനസ്സിലാക്കണം, ഹൃദയം മിടിച്ചു. ഹൃദയം മിടിച്ചപ്പോൾ ആ മിടിപ്പിൻ്റെ ഫലമായി ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഒരു രീതി, അത് ശരിയാണോ അല്ല കൂടുതലോ കുറവോ, വല്ല വാൾവിന് മടവുണ്ടെങ്കിൽ കുറവുണ്ടാവും. രക്തം പമ്പ് ചെയ്ത് ഇവിടെ എത്തുമ്പോൾ ഈ കൈ ഈ യന്ത്രത്തോട് പറയുന്നു, കൈ സംസാരിക്കേണ്ട യന്ത്രത്തോട് എന്ത്? കൈ എഴുതി കൊടുക്കും, ഇതാ ഇവിടെ ഇത്ര ശതമാനം രക്തത്തിൻ്റെ അളവ് വന്നിട്ടുണ്ട്, കൈ എഴുതി കൊടുത്തു. കാല് പറഞ്ഞത് ശരിയാണ്, കൈ പറഞ്ഞു കാല് സാക്ഷിന്നു, കൈ പറഞ്ഞു കാല് സാക്ഷിന്നു. അതൊരു കടലാസിൽ ഒപ്പിട്ട് കൊടുത്തു. ഈ കടലാസ് കൈയും കാലും സാക്ഷി നിന്ന് ഒപ്പിട്ട് കൊടുത്ത കടലാസ് ഡോക്ടർക്ക് കൊണ്ടുപോയി കൊടുക്കുക. അതാണ് അല്യോമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ യദീഹിം വതശ്ഹദു അർജുലുഹും. കൈ സംസാരിക്കുന്നു, കാല് സാക്ഷി നിൽക്കുന്നു. രണ്ടാളും കൂടി എഴുതി ഒപ്പിട്ട് കൊടുത്ത കരാറാണത്. ആ കരാറ് ഡോക്ടർ ഇങ്ങനെ കണ്ടാൽ ഡോക്ടർക്ക് മനസ്സിലാവും, ഈ ചങ്ങാതി ഒന്നും മിണ്ടണ്ട, നിങ്ങൾ മിണ്ടിയിട്ട് കാര്യമല്ല. ഹൃദയരോഗമുള്ള ഒരാൾ ഡോക്ടറോട് ചെന്ന് എനിക്ക് ഇപ്പം എത്ര ഉണ്ട് എന്ന് അയാൾ മനസ്സിലാക്കില്ല. അയാൾക്ക് വേണ്ട എന്താ? നിങ്ങളെ കൈ സംസാരിക്കണം, കാല് സാക്ഷി പറയണം. രണ്ടാളും കൂടി എഴുതി കൊടുത്ത കടലാസിൻ്റെ കഷ്ണം ഡോക്ടർക്ക് കിട്ടണം. നമ്മളത് കണ്ടാൽ എന്താ? കുറേ വരകളുണ്ടാവും. ഞാനോ നിങ്ങളോ അത് നോക്കിയാൽ, അതിനെക്കുറിച്ച് വിവരമില്ലാത്ത നമ്മൾ നോക്കിയാൽ 4 വര. നേരെ മറിച്ച് ഈ ടെക്നീഷ്യൻ കോഴ്സ് പാസ്സായ കുട്ടി അല്ലെങ്കിൽ ഈ കാർഡിയോളജി പഠിച്ച ഡോക്ടർ ഇത് നോക്കിയാലോ അയാൾക്ക് ഇവൻ്റെ ഹൃദയത്തിൻ്റെ പോക്ക് വരവ് ശരിക്കും മനസ്സിലാവും, മിടിപ്പ്. ഇതെങ്ങനെ അയാൾക്ക് മനസ്സിലായി? ഈ രോഗി സംസാരിച്ചോ? ഇല്ല. പിന്നെയോ? ഇനി സംസാരിച്ചാൽ മനസ്സിലാവില്ല. പിന്നെ എങ്ങനെ അയാൾക്കത് മനസ്സിലായി? അവൻ്റെ കൈ പറഞ്ഞു ഹൃദയം മിടിച്ചപ്പോൾ ഇന്ന രീതിയിൽ രക്തം ഇവിടെ എത്തിയിട്ടുണ്ട്, ഒരു കടലാസ് എഴുതി കൊടുത്തു. കാല് പറഞ്ഞു ശരിയാണ്, സാക്ഷി ഒപ്പിട്ട് കൊടുത്തു. അവ കൈയും കാലും സാക്ഷി ഒപ്പിട്ട് കൊടുത്ത കടലാസ്. ഇത് ഭൂമി നമ്മൾ കണ്ണിലിങ്ങനെ കാണില്ലേ? ഇത് നമ്മുടെ ഭൂമുഖത്ത് കാണുകയല്ലേ? അങ്ങനെയാണെങ്കിൽ നാളെ പരലോകത്ത് നമ്മൾ ചെല്ലുമ്പോൾ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഈ വിശുദ്ധ ഖുർആൻ പറഞ്ഞ കാര്യം നാളെ ഭൂമുഖത്ത് നമ്മൾ അനുഭവിച്ചത് അവിടെ ചെന്ന് കാണുകയാണ്. എൻ്റെ കൈ ഇങ്ങനെ സംസാരിക്കും, അല്യോമൻ അഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ യദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. എന്തൊക്കെ ഭൂമിയിൽ നമ്മൾ ചെയ്തോ ആ കാര്യങ്ങൾ മുഴുവൻ നാളെ പടച്ചറബ്ബിന് മുമ്പിൽ തുറന്നിങ്ങനെ പറയും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അവിടെ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും തുറന്നിങ്ങനെ പറയുകയാണ്. അപ്പം ലജ്ജിക്കുന്ന കാര്യങ്ങളൊക്കെ ഒരു പക്ഷേ ഉണ്ടാവും, നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളുണ്ടാവും. ആ കാര്യങ്ങളൊക്കെ പടച്ചറബ്ബ് നമ്മളെ കൊണ്ട് പറയിപ്പിക്കുക. അതുപോലെ നമ്മൾ ഭൂമുഖത്ത് വെച്ച് ചെയ്ത നന്മ തിന്മകൾ മുഴുവൻ ഇങ്ങനെ വിളിച്ച് പറയാം. അപ്പം ഞാൻ പറഞ്ഞ ചെറിയൊരു ECG പ്രോസസ്സ്, ഇലക്ട്രോ കാർഡിയോഗ്രാഫ് എന്ന് പറയുന്ന പ്രോസസ്സ്, അത് ഭൂമിയിൽ ചെയ്യുന്ന കാര്യം പോലും എത്ര മനോഹരമായിട്ടാണ് നമ്മൾ കാണുന്നത്. അത് ഭൂമിയിൽ ചെയ്യുന്ന കാര്യം പോലും എത്ര മനോഹരമായിട്ടാണ് നാളെ നമ്മൾ കാണുന്നത്. ആ ഒരു ചിന്ത നമ്മുടെ കൽബിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനത്തെക്കുറിച്ച് നമുക്ക് എത്രത്തോളം സൂക്ഷ്മതയുണ്ടാവും. ആ സൂക്ഷ്മതയാണ്
നോമ്പ് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. ആ സൂക്ഷ്മത നിങ്ങളിൽ വരുത്താനാണ് പരിശുദ്ധ ഖുർആൻ ഇത്രയൊക്കെ അധ്യാപനങ്ങൾ സമർപ്പിച്ചത്. ആ അധ്യാപനത്തിൻ്റെ ആകെ പൊരുൾ ഒരു മാസത്തെ വ്രതം കൊണ്ട് മനുഷ്യൻ അവൻ്റെ മനസ്സിൽ സ്വരൂപിച്ച് കൂട്ടണമെന്നാണ്. അതാണല്ലോ നോമ്പിന് ഇത്ര വലിയ കൂലി തരുമെന്ന് പറയാൻ കാരണം. വേറെ ഒന്നിനും പടച്ചറപ്പ് കൊടുക്കാത്ത കൂലി നോമ്പിന് കൊടുക്കുമല്ലോ, മറ്റൊന്നിനും പടച്ചറപ്പ് കൊടുക്കൂല. റമദാൻ ഒന്ന് വന്നാൽ, വിശുദ്ധ റമദാൻ ഒന്ന് വന്നാൽ, പള്ളിയിലൊക്കെ പ്രസംഗിക്കുമ്പോൾ ഉസ്താദുമാർ എപ്പോഴും പ്രയോഗിക്കുന്നൊരു ഹദീഥുണ്ട്. ആ ഹദീഥ് പലപ്പോഴും നമ്മൾ ഇരുത്തി ചിന്തിപ്പിക്കാറുണ്ട്. ഹദീഥിൽ പറയും അസ്സോമുലി വ അന അജ്സി ബിഹി. വിശുദ്ധ റമദാനിൻ്റെ ഏത് ദിനരാത്രങ്ങളിൽ ഏത് പ്രഭാഷണം നടക്കുമ്പോഴും ആ പ്രഭാഷകൻ്റെ നാക്കിൻ തുമ്പിൽ നിന്ന് നമ്മൾ കേൾക്കുന്ന ഒരു ഹദീഥാണത്. അസ്സോമുലി വ അന അജ്സി ബിഹി. നോമ്പ് എനിക്കുള്ളതാണ്, ഞാനാണ് നോമ്പിന് പ്രതിഫലം കൊടുക്കുന്നവൻ. നോമ്പ് എനിക്കാണ്, ഞാനാണ് അതിന് പ്രതിഫലം കൊടുക്കുന്നവൻ. ഈ ഹദീത്ത് കേട്ടിട്ട് ചില ആളുകൾ നമ്മളോട് ചോദിക്കാറുണ്ട്. എന്നോട് തന്നെ ചില പ്രവർത്തകർ ചോദിച്ചിട്ടുണ്ട്, ചില കാരണന്മാരൊക്കെ ചോദിച്ചിട്ടുണ്ട്, ആ ഹദീത്തിൻ്റെ അർത്ഥം ശരിക്കും എങ്ങനെയാ? നോമ്പ് എനിക്കുള്ളതാണ്, ഞാനാണ് അതിന് പ്രതിഫലം കൊടുക്കുന്നത്. എന്താണ് അങ്ങനെ ഒരു ചോദ്യം അവർ ചോദിക്കാൻ കാരണം? നോമ്പ് എനിക്കുള്ളതാണെന്ന് പറയുമ്പോൾ ബാക്കിയുള്ളതൊക്കെ പിന്നെ ആർക്കുള്ളതാ? ബാക്കിയുള്ളതിനൊക്കെ പിന്നെ ആരാ പ്രതിഫലം കൊടുക്കുക? നോമ്പിന് ഞാൻ പ്രതിഫലം കൊടുക്കുമ്പോൾ അപ്പോൾ നിസ്കാരം ആർക്കാ? സക്കാത്ത് ആർക്കാ? നമ്മൾ ദിക്ർ ചൊല്ലുന്നതും സ്വലാത്ത് ചെല്ലുന്നതും ഒക്കെ ആർക്ക് വേണ്ടിയാ? ഇതൊക്കെ പടച്ച റബ്ബിന് വേണ്ടി തന്നെയാണ്. പ്രതിഫലം പടച്ച റബ്ബല്ലാതെ മറ്റാരും കൊടുക്കൂല. പിന്നെ എന്താണ് ഇത് പ്രത്യേകം എടുത്തു പറയാൻ കാരണം? എന്താണ് തമ്മിലുള്ള വ്യത്യാസം? ഈ വ്യത്യാസം മനസ്സിലാക്കുമ്പോഴേ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് ഉൾക്കൊള്ളാൻ കഴിയും. ഈ ഹദീഥിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഹദീഥ് പണ്ഡിതന്മാർ പറഞ്ഞത്, നോമ്പ് എനിക്കുള്ളതാണ്, നോമ്പിന് പ്രതിഫലം ഞാൻ കൊടുക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മറ്റു ആരാധനകളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പ്രതിഫലം പടച്ച റബ്ബ് നോമ്പിന് കൊടുക്കുന്നുണ്ട് എന്നാണ്. അതെന്താ? ഇതിൻ്റെ വ്യാഖ്യാനത്തിൽ പറയുന്നു, ഗൗരവത്തോടെ പറയുന്നു, കുല്ലു ത്വാഅ, എല്ലാ ആരാധനകളും, അള്ളാഹുവിൻ്റെ നമ്മൾ വഴിപ്പെടുന്ന എല്ലാ ആരാധനകളും, സവാബുഹാ അൽ ജന്ന, നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ആരാധിച്ചുകൊണ്ട് എന്ത് കർമ്മങ്ങൾ നിർവഹിച്ചാലും അതിന് പടച്ച റബ്ബ് പരമാവധി പ്രതിഫലം സ്വർഗം തരും. നമ്മളൊക്കെ സ്വർഗം ആഗ്രഹിച്ചുകൊണ്ടാണ് അമൽ ചെയ്യുന്നത്. നരകശിക്ഷയിൽ നിന്ന് മോചിതരാകാൻ, അള്ളാഹുവിൻ്റെ നരകത്തെ തൊട്ട് നമുക്ക് രക്ഷ നേടാൻ നമ്മൾ പടച്ച റബ്ബിന് മുമ്പിൽ യാചിച്ചുകൊണ്ട് നോമ്പ് നോൽക്കുന്നു, തറാവീഹ് നമസ്കരിക്കുന്നു, ദിക്റുകൾ ചൊല്ലുന്നു, ദുആ ചെയ്യുന്നു. ഇതൊക്കെ നാളെ പടച്ച റബ്ബിൻ്റെ മുമ്പിൽ നമുക്ക് പ്രതിഫലം കിട്ടണമെന്ന ഉദ്ദേശ്യമാണ്. എന്നാൽ വസ്സൗമു ജസാഉഹു ലിഖായി, അവിടെയാണ് ഇതിൻ്റെ വ്യത്യാസം. വസ്സൗമു, നോമ്പ്, നോമ്പിൻ്റെ പ്രതിഫലം സ്വർഗമല്ല. നോമ്പിൻ്റെ പ്രതിഫലം സ്വർഗമല്ല. നോമ്പിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന പ്രതിഫലം ലിഖായി, എന്നെ കാണിച്ചു കൊടുക്കലാണ്. ലിഖായി, എന്നെ കാണിച്ചു കൊടുക്കലാണ്. അള്ളാഹു ഒരു മനുഷ്യന് നൽകുന്ന പ്രതിഫലത്തിൽ വെച്ച് ഏറ്റവും വലിയ പ്രതിഫലം അള്ളാഹുവിനെ കാണിച്ചു കൊടുക്കലാണ്. അത് തിരിച്ചറിഞ്ഞെങ്കിലേ നമുക്കിതിൻ്റെ ഗൗരവം മനസ്സിലാവുള്ളൂ. അത് തിരിച്ചറിയാഞ്ഞാൽ നമുക്കതിൻ്റെ ഗൗരവം മനസ്സിലാവില്ല. അപ്പോഴേ നമുക്കതിൻ്റെ ഗൗരവം കിട്ടും. നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത് ഇപ്പം എന്താ? നമുക്ക് സ്വർഗം കിട്ടിയാൽ എല്ലാമായി എന്നാ. പക്ഷേ മഹത്തുക്കളായ അള്ളാഹുവിൻ്റെ ഉത്തമ അടിമകൾ മനസ്സിലാക്കുന്നത് സ്വർഗം പോരാന്ന. സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞ ഒരു അടിമക്ക് പടച്ച റബ്ബ് കൊടുക്കുന്ന പരമാവധി പ്രതിഫലം എന്താ? അള്ളാഹുവിനെ കാണിച്ചു കൊടുക്കുക, ലിഖാ ഉല്ലാ. ഒരു വിശ്വാസിയുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ മോഹമുണ്ടാകേണ്ടത് അതിനാ. എത്ര സൗന്ദര്യമുള്ളൊരു സംഗതി വേറില്ല. ഈ അണ്ടകടാഹം മുഴുവൻ പടച്ച റബ്ബ് ഭംഗിയാക്കിയാലും അള്ളാഹുവിൻ്റെ ഭംഗി വേറെ തന്നെയാണ്. നാളെ പരലോകത്ത് നമ്മൾ ചെന്നിട്ട് പടച്ച റബ്ബിനൊന്ന് കാണാം. നമ്മൾ ദുആ ചെയ്യുമല്ലോ, ലദ്ദത്തുൻ നദരി ഇലാ വജ്ഹിക്കൽ കരീം, പടച്ചവനെ നിൻ്റെ ആ മഹത്തായ മുഖത്തേക്ക് എന്ന് പറഞ്ഞാൽ പടച്ചവന് മുഖമുണ്ടോ എന്നല്ല ചിന്ത. നമ്മളെ സൃഷ്ടിച്ച സൃഷ്ടാവിലേക്കൊന്ന് നോക്കാനൊരു ഭാഗ്യം കിട്ടുക എന്ന് പറഞ്ഞാൽ ആ ലദ്ദത്തുൻ നദർ, അത് വല്ലാത്ത ഒരു മഹാഭാഗ്യമാണ്. ആ മഹാഭാഗ്യം ഒരു മനുഷ്യന് കിട്ടുക എന്നാൽ അത് അള്ളാഹു ഭൂമുഖത്ത് വെച്ച് മനുഷ്യൻ ചെയ്ത ഇബാദത്തിന് കൊടുക്കുന്ന വമ്പിച്ച പ്രതിഫലമാണ്. അതിലപ്പുറം പ്രതിഫലം സ്വർഗത്തിലില്ല. സ്വർഗത്തിൽ തന്നെ പല ദർജകളാണ്. ഒരു മനുഷ്യന് സ്വർഗം കിട്ടിയാൽ തന്നെ പല ദർജകളാണ്. ആ ദർജയിൽ വെച്ച് പടച്ച റബ്ബ് ഒരു മനുഷ്യന് കൊടുക്കുന്ന ഏറ്റവും വലിയ ദർജ ഏതാ? ഏറ്റവും വലിയ ദർജ എന്ന് പറയുന്നത് ആ മനുഷ്യന് അള്ളാഹു നൽകുന്ന അതിപ്രധാനമായ, ഏറ്റവും പ്രധാനമായ പടച്ച റബ്ബിനെ കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. വലിയ വലിയ സൂഫിയാക്കളൊക്കെ അതല്ലേ മോഹിച്ചത്. വലിയ വലിയ ചിന്തകന്മാരൊക്കെ. റാബിയത്തുൽ അദവിയ വലിയ മഹദിയാണല്ലോ. ആ മഹദി പടച്ച റബ്ബിൻ്റെ മുമ്പിൽ പറഞ്ഞൊരു വാക്കുണ്ട് താരീഖിൽ. അള്ളാഹിനോട് പറയണം, ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കെ ദ്വാരക്കണം, വല്ലാഹി മാ അബത്തുക വല്ലാഹി മാ അബത്തുക ഖൗഫൻ മിൻ നാരിക വ തമഅൻ ഫീ ജന്നതിക. പടച്ചവനെ, നിന്നെ ഞാൻ ആരാധിച്ചിരിക്കുന്നത് നിൻ്റെ സ്വർഗം, അതുപോലെ തന്നെ നിൻ്റെ നരകം
ഈ രണ്ടു ലക്ഷ്യം കൊണ്ടല്ല, അഥവാ സ്വർഗം കിട്ടാനും നരകത്തിൽ നിന്ന് മോചിതനാകുവാനുമല്ല, നരകമോചിതയാകുവാനും സ്വർഗത്തിൽ പ്രവേശിക്കുവാനും മാത്രമല്ല. പിന്നെന്താ? അള്ളാഹനെ ആരാധിക്കുന്നതിൻ്റെ ലക്ഷ്യം പിന്നെന്താ? നിന്റെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക എന്ന മോഹം പൂവണിയാനും നിന്റെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്ന ആ സൗഭാഗ്യം ലഭ്യമാകാനുമല്ല. അത് മാത്രമല്ല എൻ്റെ ലക്ഷ്യം. പിന്നെന്താ? വലാകിൻ അബത്തുക ലിദാതിക. പടച്ചവനെ, ഞാൻ നിന്നെ ആരാധിച്ചിരിക്കുന്നതിൻ്റെ ദാത്ത് എനിക്ക് കാണണം. എൻ്റെ സൃഷ്ടിച്ച പടച്ചറബ്ബാകുന്ന നിന്നെ എനിക്ക് കാണണം. നിന്നെ കാണുക എന്ന എൻ്റെ മോഹം പൂവണിയാൻ വേണ്ടിയാണ് ഞാൻ നിന്നെ ആരാധിച്ചിരിക്കുന്നത്. ആ പടച്ചവനെ കാണുക എന്നുള്ളതാണ് ലക്ഷ്യം. അള്ളാഹനെ കാണുക. വലിയ വലിയ മഹാന്മാർക്കൊക്കെ ജീവിതത്തിൽ ഏറ്റവും വലിയ ലക്ഷ്യം അതാ. മനസ്സ് ശുദ്ധീകരിച്ച ആൾക്കാർ അങ്ങനെയാണ്. അവർക്കാണ് ശരിക്കും പടച്ചവനെ പേടിയില്ല എന്ന് പറഞ്ഞു. ഈ പടച്ചവനെ പേടി എന്ന് പറയുന്നത് തന്നെ വ്യത്യസ്തമാണ് എന്നാണ്. അള്ളാഹുവിനെ ഭയപ്പെടുക എന്ന് പറയുന്നത് വ്യത്യസ്ത ശ്രേണികളാണ്. ഏതാ വ്യത്യസ്ത ശ്രേണി? തസൂഫിൻ്റെ കിതാബിലൊക്കെ കാണാം. അപ്പം നമുക്കൊക്കെ പടച്ചവനെ പേടിയുണ്ടല്ലോ. നിങ്ങളും ഞാനൊക്കെ പടച്ചവനെ പേടിക്കുന്നുണ്ട്. ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്ന മുത്തഖീങ്ങളായ മുഅ്മിനീങ്ങളാണ് അള്ളാഹുവിനെ പേടിക്കുന്നവർ. നമുക്കൊക്കെ പടച്ചവനെ പേടിയുണ്ട്. അള്ളാഹു നമ്മുടെ ആ ജീവിതം സംശുദ്ധമാക്കി തരുമാറാവട്ടെ. നമുക്കൊക്കെ പടച്ചവനെ പേടിയുണ്ട്. പക്ഷേ നമ്മളൊക്കെ പടച്ചവനെ പേടിക്കൊരു പരിധിയുണ്ട്. അതേപോലെ നമ്മളെക്കാൾ ഉയർന്ന ആളുകളുടെ പടച്ചവനെ പേടിയുണ്ട്. അതിനേക്കാൾ ഉയർന്ന ആളുകളുടെ പടച്ചവനെ പേടിയുണ്ട്. 3 തരത്തിൽ അതിനെ വ്യാഖ്യാനിച്ചിരിക്കുന്നു തസൂഫിൻ്റെ കിതാബിൽ. 3 തരത്തിൽ. ഒന്നെന്താ? ഒന്ന് ഖൗഫുൽ ആമ്മ, ഒന്ന് ഖൗഫുൽ ഖാസ, ഒന്ന് ഖൗഫു ഖാസത്തിൽ ഖാസ. സാധാരണക്കാരൻ്റെ പടച്ചവനെ പേടി, ഉത്തമരായ അടിമകളുടെ പടച്ചവനെ പേടി, ശ്രേഷ്ഠരായ അടിമകളുടെ പടച്ചവനെ പേടി. ഇത് 3 വ്യത്യസ്തമാണ്. ഇപ്പം എൻ്റെയും നിങ്ങളുടെയും പടച്ചവനെ പേടി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളൊക്കെ പാക പടച്ചവനെ പേടി ഖുർആൻ അനുസരിച്ച് ജീവിച്ച് വിശുദ്ധ ഖുർആൻ്റെ മാർഗരേഖ ഉൾക്കൊണ്ട് നോമ്പൊക്കെ നോറ്റ് തറാവിയൊക്കെ നമസ്കരിച്ച് പുണ്യം നേടാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ പടച്ചവനെ പേടി എന്താ? ഖൗഫുൽ ആമ്മത്തി, സാധാരണക്കാരൻ്റെ പടച്ചവനെ പേടി എന്താണ്? അത് ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ ആരാണെങ്കിലും ശരി, അവരൊക്കെ നമ്മളൊക്കെ മനസ്സിൽ വെച്ച് സൂക്ഷിക്കുന്ന പ്രധാനപ്പെട്ട ഭയം എന്താ? ഒന്ന് മാത്രമാണ് നമുക്കുള്ളത്. അത് ഖൗഫുൽ ഇഖാബി വ ഫവാതു സവാബ്. ഖൗഫുൽ ഇഖാബി വ ഫവാതു സവാബ്. ആകെ നമുക്കുള്ള പടച്ചവനെ പേടിയതാ. എന്താ? ഖൗഫുൽ ഇഖാബ്, ശിക്ഷ കിട്ടുമോ എന്നുള്ള പേടിയുണ്ട്. ഫവാതു സവാബ്, കൂലി പോകുമോ എന്നുള്ള പേടിയുണ്ട്. എന്താണ്? നമ്മൾക്ക് നരകത്തിൽ കൊടുക്കേണ്ടി വരുമോ? അള്ളാഹു നമ്മൾ ചെയ്ത തെറ്റുകൾക്ക് നമ്മളെ പിടിച്ച് നരകത്തിലിടുമോ? അതോ പടച്ചറബ് നമ്മൾ ചെയ്ത ഈ അമലുകൾ സ്വീകരിച്ചൊരു സ്വർഗം തരാതിരിക്കുമോ? പടച്ചവനെ, സ്വർഗം കിട്ടൂലേ? നരകത്ത് പോകേണ്ടി വരുമോ? സ്വർഗം കിട്ടൂലേ എന്നുള്ള ഈ ഒരു ആശങ്ക. ഇതാണ് നമുക്കൊക്കെ ഉള്ള പടച്ചവനെ പേടി. മതി, അത് തന്നെ വലിയ ഭയപ്പാടാണ്. ഇതാണ് സാധാരണക്കാർ പടച്ചറബിനെ പേടിക്കുന്ന പേടി. പടച്ചവനെ, സ്വർഗം കിട്ടൂലേ? റബ്ബേ, എനിക്ക് നീ സ്വർഗം തരൂലേ? എന്നെ നീ നരകത്തിലിടുമോ? ഞാൻ ഈ ഭൂമുഖത്ത് ചെയ്തു വെച്ച ഗുണങ്ങളൊന്നും പടച്ചറബേ നാളെ എൻ്റെ വീട്ടിലുണ്ടാവില്ലേ എന്ന് പേടിച്ചുകൊണ്ട് പടച്ചറബിനെ ഭയപ്പെടുന്ന ജനസമൂഹം. അതാണ് ഭൂരിപക്ഷ ആൾക്കാർ. നമ്മുടെ സമൂഹത്തിലെ ബഹുഭൂരിപക്ഷം ആളുകൾ അവിടെ നിൽക്കണത്. ഞാനടക്കമുള്ള നമ്മളൊക്കെ അങ്ങനെയാണ്. നമുക്കൊക്കെ ആകെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടാൽ മതി നരകത്തിൽ നിന്ന്, എങ്ങനെയെങ്കിലും സ്വർഗത്തിൻ്റെ അവകാശിയാണ് എന്ന് അറിഞ്ഞു കിട്ടിയാൽ മതി. അതിലപ്പുറം നമുക്ക് ആവശ്യമില്ല. എന്നാൽ ഖാസ്വത്ത്, അള്ളാഹുവിൻ്റെ ഖാസ്വായ അടിമകൾ, അവരെ പടച്ചവനെ പേടി എന്താ? അവരുടെ പടച്ചറബിനെ ഭയം എന്താ? അവർ ശരിക്ക് ഭയപ്പെടുന്നത് ഫൗത്തുൽ ഇഖാബല്ല, ഇതാബാണ്. ഇതാബ്, പടച്ചറബിനെ ഭയപ്പെടുക. അവർ ശരിക്ക് ഭയപ്പെടുന്നത് ഇതാബ്, ആക്ഷേപം. എന്താ ആക്ഷേപം എന്ന് പറഞ്ഞാൽ? അള്ളാഹുവിൻ്റെ മുമ്പിൽ ഒരു തരത്തിലുള്ള കറാഹത്ത് പോലും ചെയ്ത് നിൽക്കേണ്ട ഗതി വരരുതേ എന്നുള്ളതാണ്. ശിക്ഷ കിട്ടുന്നതല്ല, ശിക്ഷ കിട്ടുമെന്ന പ്രശ്നമല്ല. നമുക്ക് സാധാരണക്കാർക്ക് പേടി ഫൗത്തുൽ ഇഖാബിയോ ഫവാത്തു സവാബ്. ഉന്നതരുടെ പേടി ഫൗത്തുൽ ഇതാബ്, അത് അവർക്കുള്ള പേടി ഖൗഫുൽ ഇതാബി വ ഫവാത്തുൽ ഇഖ്തിറാബ്. വാചകം മനസ്സിലാക്കണം. ഖൗഫുൽ ഇതാബി വ ഫവാത്തുൽ ഇഖ്തിറാബ്. ഖൗഫുൽ ഇതാബ്, ഇതാബിനെ പേടിയാ, ഇഖാബല്ല, ഇതാബ്. ഇഖാബ് നമുക്കാ പേടി, ശിക്ഷ കിട്ടുമോ? അവർക്ക് ഇഖാബല്ല പേടി, ഇതാബ്, ആക്ഷേപം. എന്ന് പറഞ്ഞാൽ പടച്ചോന്റെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോൾ ഛേ എന്നുള്ളൊരു വാക്ക് പോലും പറയിപ്പിക്കുന്ന പണിയെടുത്ത് ചെല്ലരുത്. ഒരു ചെറിയ കറാഹത്ത് പോലും ചെയ്ത് സിട്ടാവിൻ്റെ മുമ്പിൽ നിൽക്കാൻ അവർക്ക് പേടിയാണ്. വലിയ വലിയ സൂഫിയാക്കൾ അങ്ങനല്ലേ? കണ്ണിയത്ത് ഉസ്താദിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ? ഒരു കറാഹത്ത് പോലും ചെയ്യാൻ പഠിക്കുന്ന എന്താ? അള്ളാഹിൻ്റെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോൾ ഒരു ആക്ഷേപാർഹമായ പ്രവർത്തനം, വലിയ കുറ്റമൊന്നുമല്ല, നല്ലതിന് എതിര് പോലും ചെയ്തുകൊണ്ട് പടച്ച റബ്ബിന് മുമ്പിൽ നിൽക്കാൻ പാടില്ല. ഒരു ഖിലാഫുൽ ഔല പോലും ചെയ്തുകൊണ്ട് പടച്ചോന്റെ മുമ്പിൽ നിൽക്കാൻ പാടില്ല. അങ്ങനത്തെ ഒരു ചിന്ത. അതുകൊണ്ട് ഫവാത്തുൽ ഇഖ്തിറാബ്,
പടച്ചോനുമായിട്ടുള്ള ആ ബന്ധം ഇഖ്തിറാബ് നഷ്ടപ്പെടാൻ പാടില്ല. അവർക്ക് പടച്ചോനായിട്ട് വല്ലാത്ത ബന്ധമുണ്ട്. അവർ കയ്യെ പൊന്തിച്ചാൽ പടച്ചറബ് ഉത്തരം കൊടുക്കും. അവർ പടച്ചറബിലേക്ക് എന്തെങ്കിലും ഒന്ന് ഉയർത്തിയാൽ പടച്ചറബ് അത് സ്വീകരിക്കും. അങ്ങനത്തെ പടച്ചറബുമായിട്ടുള്ള വല്ലാത്തൊരു ബന്ധമുണ്ട് അവർക്ക്. അങ്ങനത്തെ ആൾക്കാർ ദുആ ചെയ്താൽ അല്പം ദ്വാരന്നാൽ മതിയല്ലോ. ഒരു ചെറിയ ദുആ മതി, ഒരു ചെറിയ വാചകം അവർ ദുആ ചെയ്താൽ പടച്ചറബ് അപ്പം ഉത്തരം കൊടുക്കും. അവരെ ദുആൻ്റെ പ്രത്യേകത അതാ. അത് വല്ലാതെ നീട്ടി ദ്വാരക്കൊന്നും വേണ്ട, വല്ലാതെ കരഞ്ഞ് ദ്വാരക്കൊന്നും വേണ്ട. ആ രീതിയിൽ ചരിത്രത്തിൽ ഒരുപാട് സംഭവങ്ങളുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, അള്ളാഹുവിൻ്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ മാർഗത്തിൽ ഇറങ്ങിത്തിരിച്ച ബഹുമാനപ്പെട്ട ഒരുപാട് സൂഫിയാക്കളുടെ കൂട്ടത്തിൽ പ്രമുഖനായ സൂഫിയായിരുന്നല്ലോ ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു തആല അൻഹു. ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു തആല അൻഹു വലിയ സൂഫിയായിരുന്നു, വലിയ മഹാനാണ്. അദ്ദേഹം ദുന്യാവിലെ സൗകര്യങ്ങൾ മുഴുവൻ ഉപേക്ഷിച്ചുകൊണ്ട് സിംഹാസനം വലിച്ചെറിഞ്ഞ മഹാനാ. സിംഹാസനത്തിൽ ഇങ്ങനെ ഇരുന്ന് ഭരിക്കുമ്പോൾ അദ്ദേഹത്തിന് സിംഹാസനത്തിൻ്റെ ഗൗരവം അറിയാം. അത് ഒഴിവാക്കിയിട്ട് നേരെ അദ്ദേഹം ഇറങ്ങിച്ചെന്നിട്ട് പാതിരാത്രിയിൽ, ഇതുപോലത്തെ മഴയുള്ള രാത്രി, നല്ല മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ഭവനമാകുന്നൊരു കൊച്ചുപള്ളിയിൽ വളരെ തണുത്ത് വിറച്ചുകൊണ്ട് ഇബാദത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ ഇബാദത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ മഹാനോടൊരാൾ വന്നുകൊണ്ട് ചോദിച്ചു, എന്താണ് ഇപ്പോൾ നിങ്ങളുടെ അവസ്ഥ? ഇപ്പം നിങ്ങൾ അനുഭവിക്കുന്ന അവസ്ഥ എന്താണ്? അങ്ങനെ ചോദിക്കാൻ ഒരു പ്രത്യേകതയുണ്ട്. കാരണം അധികാരത്തിൻ്റെ വലിയ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് രാജ്യം ഭരിച്ച മഹാനാണത്. അധികാര സോപാനത്തിൽ ഇരുന്നു കൊണ്ട് ജനങ്ങളെ ഭരിച്ചുകൊണ്ട് സന്തോഷം കൊണ്ട് ജീവിതം സുഭിക്ഷമാക്കിയ മനുഷ്യനാണ്. ആ മനുഷ്യനോടാണ് ചോദിക്കുന്നത്, എന്താണ് നിങ്ങളുടെ അവസ്ഥ? കൈഫൽ ഹാൽ? എന്താണ് ആ മഹാൻ മറുപടി പറഞ്ഞത്? നഹ്നു ഫീ ലദ്ദത്തിൻ. ആ പറഞ്ഞ വാക്ക് നിങ്ങൾ നോക്കണം, ആ വാചകത്തിന് തന്നെ ഒരു പ്രത്യേകതയുണ്ട്. നഹ്നു ഫീ ലദ്ദത്തിൻ. ഞാൻ എന്നല്ല പറഞ്ഞത്, ഞങ്ങൾ. സൂഫിയാക്കൾ പറയുന്നു ഞങ്ങൾ നഹ്നു ഫീ ലദ്ദത്തിൻ, ഞങ്ങളിപ്പോൾ ഒരു ലദ്ദത്തിലാണ്. ലൗ അറഫഹൽ മുലൂക്ക്. ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ സന്തോഷത്തെക്കുറിച്ച് രാജാക്കന്മാരെങ്ങാനും അറിഞ്ഞാൽ, രാജകൊട്ടാരത്തിൽ ഇരുന്നു കൊണ്ട് രാജ്യം ഭരിക്കുന്നവരെങ്ങാനും ഞങ്ങളുടെ ഈ സന്തോഷത്തെക്കുറിച്ച് അറിഞ്ഞാൽ, ലഖാതലൂനാ അലൈഹാ, ഈ ലദ്ദത്ത് കിട്ടാൻ വേണ്ടി അവർ സമരം ചെയ്യാൻ വരും. ലഖാതലൂനാ, അവർ ഞങ്ങളോട് സമരത്തിന് വരും. അലൈഹാ, ഈ ലദ്ദത്ത് പിടിച്ചെടുക്കുന്നതിന് വേണ്ടി. ഇപ്പം ഞങ്ങൾ അനുഭവിക്കുന്ന മനസ്സിൻ്റെ ഒരു സമാധാനം ഉണ്ടല്ലോ കൂട്ടരെ, ഈ സമാധാനം തട്ടിപ്പറിക്കുന്നതിന് വേണ്ടി രാജാക്കന്മാർ യുദ്ധം ചെയ്യാൻ വരും എന്ന് ബഹുമാനപ്പെട്ടവർ. അപ്പം ആ മനുഷ്യൻ്റെ മനസ്സിലെ സന്തോഷത്രയാണ്. അയാളത് പറയുമ്പോൾ പ്രത്യേകത ഉണ്ട്. കാരണം എന്താ? രാജകൊട്ടാരത്തിലെ സന്തോഷം എന്താണെന്ന് അദ്ദേഹത്തിന് അറിയാം. അതറിഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്, ഇപ്പം ഞാൻ അനുഭവിക്കുന്ന ഇബാദത്ത് ഇങ്ങനെ ചെയ്തിട്ട് പടച്ചറബിലേക്ക് കണ്ട് അടുത്തിട്ട് ആ ലദ്ദത്ത് കൊണ്ട് കിട്ടുന്ന ഒരു ആനന്ദാനുഭൂതി ഉണ്ട്. ഇത് രാജാക്കന്മാർ അറിഞ്ഞിരുന്നെങ്കിൽ അവർ ഇത് തട്ടിപ്പറിക്കാൻ വരും എന്ന് ബഹുമാനപ്പെട്ടവർ പറയാം. ഞാൻ എന്തിനാ ഇത് പറഞ്ഞത്? മഹാനവറുകളുടെ ഒരു പ്രാർത്ഥനയെക്കുറിച്ച് സൂചിപ്പിക്കാനാണ്. മഹാനവറുകൾ തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച സൗഖ്യങ്ങളൊക്കെ ഓർത്തുകൊണ്ടാണ് പറയുന്നത്, രാജകൊട്ടാരത്തിൽ എനിക്കനുഭവപ്പെട്ട സൗകര്യം, ആ സൗകര്യത്തിന് ശേഷം ഇപ്പം ഞാൻ അനുഭവിക്കുന്ന ഈ സൗന്ദര്യം, മനസ്സിൻ്റെ സൗന്ദര്യം, പടച്ചോനെ ഇതറിഞ്ഞിരുന്നുവെങ്കിൽ രാജാക്കന്മാർ തട്ടിപ്പറിക്കാൻ വരുമായിരുന്നു മഹാനവറുകൾ പറയാൻ. എന്നിട്ട് ആ മഹാനെക്കുറിച്ചുള്ള സംഭവം പറയാനാണ് ഞാനത് ഉദ്ധരിച്ചത്. അദ്ദേഹം ഒരു കപ്പലിൽ ഇങ്ങനെ യാത്ര ചെയ്യാം. അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. ഒരു കപ്പൽ ഇങ്ങനെ പോകുന്നു. ആ കപ്പൽ സ്വാഭാവികമായും സംഭവിക്കുന്ന രീതിയിൽ നടുക്കടലിലെത്തുമ്പോൾ കാറ്റ് ദിശമാറി വീശിയപ്പോൾ ഒരു അപകടത്തിൽപ്പെടുകയാണ്. അപകടത്തിൽപ്പെട്ട് കപ്പൽ മുങ്ങാൻ പോവുക. കപ്പൽ മുങ്ങും എന്നുള്ള ഏകദേശം ഒരു അവസ്ഥ വന്നപ്പോൾ തിരമാലകൾ ഇങ്ങനെ വീശിയടിക്കണം. തിരമാലകൾ വീശിയടിച്ച് കപ്പൽ അപകടത്തിലേക്ക് പോകുന്നു എന്ന ഒരവസ്ഥ പ്രാപിക്കാൻ പോവുക. പേടിക്കും, എല്ലാവരും പേടിക്കും. നമ്മളൊക്കെ ഏതെങ്കിലും ഒരു ബസ്സിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിമാനത്തിലോ ഏതെങ്കിലും ഒരു യാത്രാ ഉപകരണം അത് അപകടത്തിലേക്ക് പോകുന്നു എന്ന് കണ്ടാൽ നമ്മുടെ മനസ്സൊക്കെ പതറും, പേടിച്ച് വിറച്ച് ഇടങ്ങേറായി. നമ്മൾ ഓരോരുത്തരും എന്തൊക്കെ വരാൻ പോകുന്നു എന്നുള്ളതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് അള്ളാഹുവിനെ വിളിച്ച് പരമാവധി ദുആ ചെയ്യും. ദ്വാരക്കാത്തൊരു മനുഷ്യനും ഉണ്ടാവില്ല, എല്ലാവരും ദ്വാരക്കും. അങ്ങനെ ഇവരൊക്കെ ദുആ ചെയ്ത് പേടിച്ച് വിറച്ച് ഓടി നടന്ന് ചിലർ ചിന്തിച്ചു, കപ്പലിൽ നിന്ന് താഴേക്ക് ചാടിയാലോ? കപ്പലിൽ നിന്ന് താഴേക്ക് ചാടിയാൽ സ്വാഭാവികമായും കടലിലെത്തും. കപ്പൽ മുങ്ങുമ്പോൾ ഏതായാലും മുങ്ങും. എന്ത് വേണം? ഒന്നും അറിയാത്തൊരു പതർച്ച, ബേജാറായാൽ പിന്നെ മനുഷ്യൻ എന്ത് ചെയ്യണമെന്നറിയില്ല. ആകപ്പാടെ ബേജാറായി മനുഷ്യൻ ഓടുകയാണ്. ഇതൊക്കെ നടക്കുമ്പോൾ ഒരാൾ അതേ കപ്പലിൻ്റെ ഒരു സൈഡിൽ നല്ല ഒരു പുതപ്പിട്ട് മൂടി അവിടെ കിടക്കുന്നുണ്ട്. അയാൾ സുഖമായിട്ട് കപ്പലിൻ്റെ മൂലയിൽ പുതപ്പിട്ട് മൂടി അവിടെ കിടക്കുകയാണ്. ആ പുതപ്പിട്ട് മൂടി അവിടെ കിടക്കുന്ന മനുഷ്യനൊരു ഭാവേതുല്ല, അയാൾ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. അപ്പോൾ ജനങ്ങൾക്കൊക്കെ വല്ലാത്തൊരു ശങ്ക. ഇത്രയും ആളുകൾ വളരെയധികം ബേജാറായി ഓടി നടന്ന് വിഷമിച്ച് നിൽക്കുമ്പോൾ ഒരാളിങ്ങനെ സുഖമായിട്ട് കിടന്നുറങ്ങുന്നത് എന്താ? അയാൾക്ക് യാതൊരു ചാഞ്ചല്യവും ഇല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ അയാളൊന്ന് വിളിച്ചുണർത്തണമല്ലോ. ആരോ പോയി പുതപ്പ് നീക്കി അയാളെ തട്ടിപ്പൊക്കി ഉണർത്തി നോക്കുമ്പോൾ ചിലർക്ക് മനസ്സിലായി ഇത് ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു തആല അൻഹു ആണ്.
വലിയ സൂഫിയാണ്. ചില ആളുകൾക്ക് അദ്ദേഹത്തെ ബോധ്യമായപ്പോൾ ബോധ്യമുള്ള ആളുകൾക്ക് അദ്ദേഹത്തിൻ്റെ ചുറ്റും എല്ലാവരും ഇരുന്നു. എല്ലാവരും അദ്ദേഹത്തിൻ്റെ ചുറ്റും ഇരുന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞ് ദ്വാരക്കണം. ഞങ്ങളൊക്കെ ദ്വാരന്നിട്ട് ഒരു ഫലവും കിട്ടിയിട്ടില്ല. നമ്മളെ കപ്പൽ മുങ്ങാൻ പോവുക, ഏതായാലും നമ്മൾ മരിക്കാനായിരിക്കുന്നു, കപ്പൽ മുങ്ങുന്നുള്ള കാര്യം ഉറപ്പാണ്, നിങ്ങളൊന്ന് ദ്വാരക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞ ആളുകൾ മുഴുവൻ അവിടെ വന്നിരുന്നു. ആളുകൾ എല്ലാവരും ഓടി നടക്കുമ്പോൾ ഇങ്ങനെ സംഭവം കണ്ടപ്പോൾ എല്ലാവരും വന്നു. സ്വാഭാവികമായിട്ട് അങ്ങനെയല്ലോ, കാരണം കുടുങ്ങുമ്പോൾ പിന്നെ ദ്വാരക്കണ്ടെന്ന് പറഞ്ഞവനുണ്ടാവും ദ്വാരക്കാൻ, ഒന്ന് ഇടങ്ങേറാണെന്ന് മാത്രം. അപ്പോൾ എല്ലാവരും വന്നു. തീരെ ദ്വാരക്കണ്ടെന്ന് പറഞ്ഞ ആളുണ്ടാവും, അത് ഇടങ്ങേറാവണമെന്ന് മാത്രം. ഇടങ്ങേറായപ്പോൾ എല്ലാവരും വന്നിരുന്നു. എല്ലാവരും വന്ന് ഒന്നിച്ചിരുന്നു കൊണ്ട് ബഹുമാനപ്പെട്ടവരുടെ മുമ്പിൽ അവരൊക്കെ ദുആ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അദ്ദേഹം ദുആ ചെയ്തത് താരീഖിൻ്റെ കിതാബിലുണ്ട്. ആകെ അദ്ദേഹം ദ്വാരുന്ന 2 വാക്കാ. ജനങ്ങളെ മുഴുവൻ ഇങ്ങനെ നിർത്തിയിട്ട് കപ്പലിൽ 2 കയ്യും ഇങ്ങനെ പൊന്തിച്ചിട്ട് അദ്ദേഹം ദ്വാരുന്നു. ഹംദും സ്വലാത്തും ചൊല്ലി 2 വാചകം മാത്രം. അല്ലാഹുമ്മ ഖദ് അറൈതനാ ഖുദ്റതക്, അല്ലാഹുമ്മ ഖദ് അറൈതനാ ഖുദ്റതക്. അല്ലാഹുവേ, നിൻ്റെ ഖുദ്റത്ത് നീ ഞങ്ങൾക്ക് കാണിച്ചു തന്നിരിക്കുന്നു, നിൻ്റെ ഖുദ്റത്ത് ഞങ്ങൾ കണ്ടിരിക്കുന്നു. പറഞ്ഞ വാചകത്തിൻ്റെ അന്തർലീനമായ ആശയം നോക്കണം നിങ്ങൾ. ഈ നടുക്കടലിൽ ഈ കപ്പൽ വന്നുകൊണ്ട് ഇങ്ങനെ കാറ്റിലും കോളിലും പെട്ടതും, ഈ കടൽ ചലിച്ചതും, ഞങ്ങൾ ഭയപ്പെട്ടതും, ഈ കപ്പലിനെ ഇതുപോലെ നീ മുക്കിക്കൊണ്ടു പോകുന്നുവെങ്കിൽ അത് മുക്കുന്നതുമൊക്കെ നിൻ്റെ ഖുദ്റത്താണ്. നീ ഉദ്ദേശിച്ച പോലെ നിനക്ക് ചെയ്യാനുള്ള അവകാശമുണ്ട്. അല്ലാഹുമ്മ ഖദ് അറൈതനാ ഖുദ്റതക്. റബ്ബേ, നിൻ്റെ ഖുദ്റത്ത് നീ ഞങ്ങളെ കാണിച്ചു തന്നു, ഞങ്ങൾ കണ്ടു, ഞങ്ങൾ അംഗീകരിച്ചു. എന്നിട്ട് മഹാൻ 2ാമത്തെ വാക്ക് പറഞ്ഞു, അരിനാ അഫ്വക്. പടച്ചവനെ, ഇനി നിൻ്റെ വിട്ടുവീഴ്ച ഞങ്ങൾക്കൊന്ന് കാണിക്കുമോ തമ്പുരാനേ?